പണ്ട് പെന്തിക്കോസ്തുകാരുടെ ഒരു യോഗം നടക്കുമ്പം വലിയ ഈ മാനസികമായി പ്രയാസമുള്ള തലയ്ക്ക് സുഖമില്ലാത്തൊരു സഹോദരൻ കടന്നുപോയി. ശബ്ദവും കൊട്ടും പാട്ടും കേട്ട് മുള്ളിയിൽ നിന്ന് പുറകിലിരുന്നു. റോഡ് തലയ്ക്കലാണ് ആൾ. അപ്പൊ ഉപദേശി ഉണർവ് കയറി പറഞ്ഞപ്പം പറഞ്ഞു, 152 സങ്കീർത്തനം 2-ാം വാക്യം വായിക്കാം. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തപ്പി. ഉണർന്നിരിക്കുന്നതുകൊണ്ട് ഇത് കേൾക്കുന്നില്ലല്ലോ. അപ്പൊ ഈ തലയ്ക്ക് സ്ഥിരമില്ലാത്ത പുള്ളി എഴുന്നേറ്റ് പറഞ്ഞ് 150 ഉള്ളൂ. അപ്പം തലയ്ക്ക് വെളിവില്ലാത്തവന് വരെ അറിയാത്ത സങ്കീർത്തനമുണ്ട് 150. എന്നാലും നമ്മുടെ ചില ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പൊ 180 സങ്കീർത്തനം 5 പുസ്തകങ്ങളായിട്ട് വളരെ ഈടുറ്റ പുസ്തകമാണ് സങ്കീർത്തനം. പിന്നെ എറണാകുളം സൈഡിൽ ചില വ്യാപാര ശക്തി ഉള്ളത് കൊണ്ട് പറയാതിരിക്കാനൊക്കത്തില്ല. ഇപ്പം പുതിയ ചില ഉപദേശക്കാർ ഇറങ്ങിയിട്ടുണ്ട്, സങ്കീർത്തനം വായിക്കരുതെന്ന്. അവനെല്ലാം മട്ട അവിടെ ഉണ്ടോ? സങ്കീർത്തനം വായിക്കരുത്, സങ്കീർത്തനം പ്രബോധിപ്പിക്കരുത്. ആരോ ഒരിക്കൽ ചോദിച്ചു, ഇതെല്ലാം കൂടെ ഒന്നിച്ച് കുത്തിക്കെട്ടിയത് ആരാണ്? പഴയ നിയമം അവനാണ് അറിയാമേ. വേറൊരിക്കലൊരു വട്ടം ചോദിച്ചു, ഇതങ്ങ് കീറിക്കളഞ്ഞേക്കാൻ. പഴയ നിയമം 39 കീറിക്കളയാം. ഇവർക്കെല്ലാം നല്ല ബുദ്ധി ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അല്ല എന്നെ ചെയ്യാനാ? സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് അധികം വിവരിക്കുന്നില്ല. സങ്കീർത്തനത്തിന് പ്രാധാന്യമുള്ളതിന് ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു മരിച്ചു. അവിടുത്തെ കല്ലറുകൾ കൊണ്ട് അടക്കി തിരുവെടുത്ത് പറഞ്ഞ പോലെ അവിടുന്ന് 3-ാം ദിവസം ഉയർത്തു. അല്ല, വാക്യം പറഞ്ഞത് കൊണ്ടൊരു കാര്യം ഇടയ്ക്ക് കയറി പറയാം. ഞാനും നിങ്ങളുമെല്ലാം ഈ ഭൂമിയിൽ ജീവിക്കാൻ വന്നവരാ. ഇപ്പോഴും അങ്ങനെ തന്നെ നമ്മളെല്ലാം. ചിലരോട് ചോദിക്കാല്ലേ, എന്തുകൊണ്ട്? എന്റെ മാസ്റ്ററെ ജീവിക്കാൻ വേണ്ടിയാ അല്ലേ? ഇപ്പൊ മീൻ വിൽക്കുക, നമ്മൾ വെച്ച മത്തയ്ക്ക ഇവിടെ ചാള എന്നാ പറയാൻ. ചാളയ്ക്ക് എന്നാ വിലയാ? 300. യോ, എന്റെ ഉപദേശി ജീവിക്കാൻ വേണ്ടിയാ അല്ലേ? കേട്ടിട്ടില്ലേ? എല്ലാരും ജീവിക്കാൻ വേണ്ടിയാ. പച്ചക്കറി കിടക്കാൻ ചോദിച്ചു, ഇത്രയും വില ഇല്ലല്ലോ. ജീവിക്കാൻ വേണ്ടി. ഉദാഹരണമാണ് ഒരിച്ചാൽ മയലെന്നൊക്കെ ചിലർ പറയാറുണ്ട്. ഞാൻ നിങ്ങളുമെല്ലാം ഇവിടെ ജീവിക്കാൻ വേണ്ടിയാ. പക്ഷേ ഈ ഭൂമിയിൽ വന്ന സകല ആൾക്കാരും ജീവിക്കാൻ വേണ്ടിയാ വന്നത്. പക്ഷേ യേശു ക്രിസ്തു ജീവിക്കാൻ വന്നതല്ല, മരിക്കാൻ വന്നതാണ്. അതാ യേശുവിന്റെ വിശേഷത. ഞാൻ നിങ്ങളുമെല്ലാം ജീവിക്കാൻ വന്ന, അല്ലയോ? മിണ്ടുന്നില്ല. തെളിവ് തരാം. വൈകിട്ട് ചപ്പാത്തിയെ കഴിക്കുള്ളൂ. കാര്യം എന്നാ കുളച്ചാ? സത്യം പറ. കുറച്ച് നാളൂടെ വെളുപ്പിനെ അല്പം നടക്കും. എന്നതിനാ? കുറച്ച് നാളൂടെ വലിയ കുഴച്ചിലില്ലാതെ ജീവിക്കാൻ. അതാ. കാപ്പി കൊടുക്കുമ്പം മധുരം വിട്ടതാ വേണ്ട. എന്നാ മനസ്സിലാകുന്നില്ലേ? ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും കുറച്ച് നാളുകൂടെ ജീവിക്കാനാ. പിള്ളേര് ജിമ്മിൽ പോകുന്നു. എന്തിനാ മോനെ? ഉണ്ടെന്നില്ല. ചൂടോ അവനെ പ്രാതിഷ്ഠിക ഒറ്റ വെട്ടിന് ജീവിക്കാൻ വേണ്ടിയാ. ഇടയ്ക്കിടയ്ക്ക് സമയം ചെല്ലുമ്പോൾ ഇങ്ങനെ ഗോളിന്റെ വാടക നിന്ന് ജീവിക്കാനാ. ഇവിടെ വന്നിരിക്കുന്ന സകല മനുഷ്യരും ജീവിക്കാൻ വന്നതാ. എന്നാൽ ഒരു കാര്യം പറയാ, കർത്താവാകുന്ന യേശു ക്രിസ്തു ഈ ഭൂതലത്തിലേക്ക് വന്നത് ജീവിക്കാനല്ല, മരിക്കാൻ വന്നതാ. അവിടുത്തെ മരണത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ഇടയ്ക്ക് കയറി പറയാം. യേശു ക്രിസ്തുവിന്റെ മരണം വളരെ പ്രത്യേകതയുള്ളതാണ്. അതിന്റെ ഒരു കാര്യം, ഇതുപോലെ ഒരു വ്യക്തിയുടെ മരണത്തെ പറയുന്ന വേറെ സംഭവമില്ല. യേശുവിന്റെ മരണത്തെ പറയുന്നത് പോലെ. ഇന്നും സഭായുഗത്തിന് പറഞ്ഞേച്ചാവന്നെ ഇല്ലയോ? എന്നും ഇത് ഓർക്കുക. മരണം നമ്മുടെ
രാഷ്ട്രപിതാവായിരുന്നു മൺമറഞ്ഞ മഹാത്മാഗാന്ധി. ചിലര് മനോരമ ഫോട്ടോ ഇപ്പൊ ചെറിയൊരു ഫോട്ടോ തലക്കിലേ ഉള്ളു. അന്നേരം പറഞ്ഞ അയ്യോ നമ്മുടെ രാഷ്ട്രപിതാവ് മരിച്ച. അപ്പൊ ചിലര് ഒരു കൊടിയൊക്കെ അതിന്റെ ക്രമത്താലെ കെട്ടി ഇന്ദിരാഭവനിൽ ഒരു ചെറിയ ഒന്നും അറിയാമല്ലോ ആ അല്ലേ. എന്നാലും ഒരു പ്രത്യേക പാട്ട് പാട്ട് നല്ല പാട്ടാ അല്ലേ. ഓ അതാ അല്ലേ. ഓ നിങ്ങള് കേരളത്തിലല്ല പാട്ടോ ആത്മീയത അതുകൊണ്ട് പാടാം. അതാ അപ്പൊ ശ്രദ്ധിക്കുക. അല്ല അന്നേ ദിവസമായി എല്ലാവരും യോ നമ്മുടെ രാഷ്ട്രപിതാവ് ഇന്നാണല്ലോ മരിച്ചത്. ചിലര് നേരത്തെ ഓർക്കുമെങ്കിലും എന്നും ഓർത്തിരിക്കത്തില്ല, എന്നും ഓർക്കത്തുമില്ല. ഇന്ദിരാജി വെടിയേറ്റ് മരിച്ചു, എല്ലാ ദിവസവും ഓർക്കുമോ? രാജീവ് ഗാന്ധി ശ്രീപെരുമ്പത്തൂരിൽ ചരമമടഞ്ഞു എന്നും ഓർക്കുമോ? ഇല്ല. മന്ദത്ത് പത്മനാഭൻ അവർ മരിച്ചു, നായർ സമാജത്തിന്റെ അവൻ സ്വതന്ത്ര നേതാവായിരുന്നു എന്നും ഓർക്കത്തില്ല. സമാധിയിടന്ന് ശ്രീനാരായണ ഗുരു മരിച്ചു എന്നും ഓർക്കത്തില്ല. സമാധി ദിവസം പ്രത്യേക ആചാരങ്ങളും യാത്രകളും ഒക്കെ. അതെ, ഇവിടെ വന്ന സകല ആൾക്കാരും മരിച്ചു, അതെല്ലാം ദിവസം ചിലപ്പോൾ ഓർക്കും. നമ്മുടെ ആൾക്കാര് മരിച്ചു കഴിയുമ്പോഴും അന്നേ ദിവസം ചിലരെ കല്ലറ കൊണ്ടുപോയി റോസാപ്പൂ വെക്കും. ജീവിച്ചിരിക്കുമ്പം ഈ പൂ കൊണ്ട് കൊടുത്തിരുന്ന തവ 2 കൊല്ലം കൂടെ ജീവിച്ചാണ്. ഇവിടെ എല്ലാവരും ഒരു ദിവസമേ ഓർക്കൂ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ മരണം എന്നും ഓർക്കുന്ന മരണമാണ്. മരണം വിശേഷതയുള്ള മരണമാണ്. സ്തോത്രം. എന്നും ഓർക്കും. ഞങ്ങൾ ഉപദേശിമാര് ഇത് പറയാത്ത ഒറ്റ പ്രസംഗമില്ല. എതിലേ പോയാലും അല്ല എന്തിനാ പ്രസംഗം മാത്രമാണോ? രാവിലെ എഴുന്നേൽക്കുമ്പോ ഞാന് എന്റെ അനുഭവം, നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ. രാവിലെ എഴുന്നേറ്റ് ഭർത്താവേ നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ സ്തോത്രം. മരണം കൊണ്ടെന്റെ അവിടുത്തെ മരണം പ്രസംഗിക്കാത്ത ഒറ്റ ദിവസമുണ്ടോ? അല്ല, അവിടുത്തെ മരണത്തെ ഓർക്കാത്ത ഒരാഴ്ചയുണ്ടോ? രാവിലെ വരുമ്പോഴേ ആ ഹാളിന് അതിന്റെ സ്റ്റേജിന്റെ അവിടെ ഒരുക്കി വെച്ചിരിക്കുക. എല്ലായിടത്തും ഇല്ല കേട്ടോ, എല്ലായിടത്തും ഒന്നും. ചിലടത്ത് സെൻട്രൽ പാസ്റ്റർ വന്നെങ്കില് പുള്ളി എപ്പോഴും കിട്ടുകയില്ല. പുള്ളി വന്നാലേ ഇത് മുറിക്കാവോളം. ചില സഭക്കാര് 3 ദിവസം ഉപവസിച്ചേ മുറിക്കുള്ളൂ, ബാക്കി 27 പരിവക്കേടായിരിക്കും.
എപ്പോഴും ഒരുങ്ങിയിരുന്നോണം. പ്രവൃത്തി 20-ാം അധ്യായത്തിൽ അപ്പം നുറുക്കാൻ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം അപ്പം നുറുക്കാൻ അങ്ങനെ എഴുതിയേക്കുന്നത് കർത്തദാസനെ ഒന്ന് വായിച്ച് ആ കണ്ണിക തുടങ്ങുന്നിടത്ത് 20-ാം അധ്യായത്തിനോട് പഠിച്ചേ. എന്നിട്ട് തണ്ടിപിടി ഈ ഭാഗത്ത് താഴെ ആ കണ്ണിക തുടങ്ങുന്നിടത്ത് തണ്ടിപിടല്ലേ വായിച്ചേ. ഞാൻ ആസിയിൽ വന്ന ഒന്നാം നാൾ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേന്നാൾ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ അപ്പോസ്തലർ കൂടി വന്ന നാളിത്. അപ്പോസ്തലർ കൂടി വന്ന നാളിത്. അപ്പം നുറുക്കിയാൽ ഓരോ ആഴ്ചയിലും കുറഞ്ഞ പക്ഷം ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ അപ്പം നുറുക്കാൻ. അപ്പോൾ ആരാധനയ്ക്ക് അങ്ങോട്ട് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച അതാ. അവിടുത്തെ തിരുമണത്തെ ഓർപ്പിക്കുന്നതാണ്. ഇതുപോലെ വേറെ ആരുടെ മരണത്തെയാ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും എല്ലാ ഇടത്തും കേരളത്തിലും ഓർക്കുക, ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും ഓർക്കുക ഞായറാഴ്ച. അമേരിക്കയിലും ഞായറാഴ്ച, ഓസ്ട്രേലിയയിലും കാനഡയിലും എന്ന് വേണ്ട UK-യിലും ആഫ്രിക്കയിലും മനുഷ്യന് ദൈവമക്കൾ എവിടെല്ലാം ഉണ്ടോ അവിടെ മുഴുവൻ അവിടുത്തെ തിരുമരണം. ഇതുപോലൊരു മനുഷ്യന്റെ വേറെ ഏത് മനുഷ്യന്റെ മരണമാണ് ഓർക്കുന്നത്? സാറാന്നോ അതോ TKS ആണോ ആരാന്നോ ഓർക്കുന്നില്ല. ഒരു പാട്ടിന്റെ വരിയുണ്ട്. ഭക്തരുടെ യോഗം എനിക്കിമ്പം അതു ശക്തികേറും ദൈവത്തിൻ കുടുംബം. ഈ തിരുമേശ ഒരുക്കി വെച്ചിരിക്കുക. ഇതെല്ലാം അവിടുത്തെ മരണത്തെ പ്രസ്താവിക്കുന്നതാണ്. ഇതുപോലെ ആരുടെ മരണമാണ് ഓർക്കുന്നത്? എന്തിനേറെ നമ്മുടെ അപ്പനും അമ്മയും സഹോദരങ്ങളും വേണ്ടപ്പെട്ടവരും എല്ലാ ദിവസവും ഓർക്കും. ആരെങ്കിലും പറയാൻ പോണ അമ്മേ നിന്റെ അപ്പം മരിച്ച ദിവസം ഇന്നാന്നോ? ചില ദിവസമാണ് സ്വന്തം ഭർത്താവ് മരിച്ചു അമ്മയോട് ചോദിച്ചു അമ്മേ എന്നാന്നോ ചത്തുപോയി എന്നെ ചെയ്യാൻ. ആ വാക്കിൽ തന്നെ പോയത് നന്നായി എന്നോട് പറയുന്നതാ. എല്ലാരും അല്ലെങ്കിലും എന്നാൽ യേശുക്രിസ്തുവിന്റെ തിരുമരണം എന്ന് ഓർക്കുക. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോണ്ടിരിക്കുക. ഇതുപോലെ അതായത് മരണത്തിന് ഒത്തിരി വിശേഷത യേശുവിന്റെ. ഇവിടെ വന്ന സകല ആൾക്കാരും സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും ഒക്കെ ജീവിക്കാൻ വന്നതാ. അലക്സാണ്ടറൊക്കെ വെട്ടിപ്പിടിച്ചേച്ച് സമുദ്രത്തെ നോക്കി ആക്രോശിച്ചു. കരയാറിനെ വെട്ടിപ്പിടിക്കും. പക്ഷെ വെള്ളത്തിൽ മുങ്ങി കുളിച്ച് ചരിത്രമൊന്നും പറയുന്നില്ല.
വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു കുളിക്കാൻ. വല്ലാത്ത കുളിയായിരുന്നു. കുളിയെല്ലാം കഴിഞ്ഞ് മരിച്ച് ആള് പോയി, ജീവിക്കാൻ വന്നതാ, ആള് പോയി. അല്ല, ഇവിടെ മരിച്ചവരെ പറ്റി എല്ലാം നമ്മൾ പറഞ്ഞല്ലോ, അയ്യോ കുറച്ചു നാളൂടെ ജീവിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ യേശുക്രിസ്തു കുറച്ചു നാളൂടെ ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല. അവിടുന്ന് വന്നെല്ലാം നിവർത്തിയാക്കിയാ പോയി. ഇവിടെ വന്ന് മരിച്ചവരെല്ലാം ഒത്തിരി കാര്യം ഇനി ചെയ്യാനുണ്ട്. ന്യൂഡിയല്ലോ ഉള്ളച്ചനെ തമ്പിച്ചാൻ കുറച്ചു നാളൂടെ ഇരുന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമില്ലായിരുന്നോ? സത്യം പറയണം, അവരും കേൾക്കുന്നുണ്ട്. ആ ഉണ്ണുണ്ണി സാർ കുറച്ചു നാളൂടെ ഇരുന്നാൽ കൊള്ളാമെന്ന് IPC-കാർക്ക് താല്പര്യമില്ലേ? IPC-ലാണോ? പിന്നെ നമ്മുടെ എബ്രഹാം സാർ അങ്ങോട്ട് വിളിക്കാം. എബ്രഹാം സാർ കുറച്ച് നാളൂടെ ജീവിച്ചിരുന്ന കൊള്ളാമെന്ന് താല്പര്യമില്ലായിരുന്നോ? ഉണ്ടായിരുന്നു, ഇല്ലേ? ഉണ്ട്. AC ശ്യാമവേലെ അടപനാങ്കണ്ടത്തിലെ അസംബ്ലീസ് ബോർഡിന്റെ പ്രധാന ആളാ. കുറച്ചു നാളൂടെ ജീവിച്ചിരുന്നാ കൊള്ളാന്ന് പറ. കുക്ക് സാഹിബ് കുറച്ചു നാളോടെ ജീവിച്ചിരുന്നാ കൊള്ളാന്ന് ചർച്ചോക്കാർക്ക്. പിന്നെ പാസ്റ്റർ പോള് TPM-ലെ കുറച്ചു നാളോടെ ജീവിച്ചിരുന്നാ കൊള്ളാം, ഇല്ലേ? പുള്ളിക്ക് ഒരു താല്പര്യമില്ല. എല്ലാവർക്കും താല്പര്യമുണ്ട്. ഇവിടെ വന്ന സകല ആൾക്കാർ ശ്രീനാരായണ ഗുരു അവർ ഈഴവ സമുദായത്തോട് ചോദിച്ച് അവർക്ക് ആഗ്രഹമുണ്ട്. കുറച്ചു നാളോടെ ഗുരു ആഗ്രഹമുണ്ട്. മന്നത്ത് പത്മനാഭൻ, പണ്ഡിറ്റ് കറുപ്പൻ, ഇവിടെ അവരോട് ചോദിച്ച ജീവന സമയോടെ പണ്ഡിറ്റ് കറുപ്പൻ കുറച്ചു നാളോടെ ജീവിച്ചിരുന്ന അവര് പറയും, ഏകകണ്ഠമായിട്ട് പറയും ഇവിടെ വന്നവരല്ല കുറച്ചു നാളോടെ ജീവിച്ചിരുന്ന കൊള്ളാം എന്ന് എല്ലാവരും ചിന്തിക്കും. പക്ഷേ യേശുവിന്റെ മരണം അതിന്റെ കാര്യമല്ല, അവൻ ഒത്തിരി കാര്യം ഇനി ചെയ്യാനുണ്ട്. വളരെ ചെറുപ്പത്തിൽ ആ സ്വാമി വിവേകാനന്ദൻ എനിക്കൊന്ന് 40 വയസ്സായില്ലെന്ന് തോന്നുന്നു, ഇല്ല, ചിക്കാഗോയിൽ പോയി വലിയ നടപ്രസംഗത്തിനൊക്കെ അനേകം പോയി, ഭയങ്കര പ്രസംഗം. ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ചു നാളോടെ ജീവിച്ചിരുന്ന. കാരണം എന്നാ? അവര് ജീവിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തേനാണ്. ചില മരിക്കും പറഞ്ഞു, അയ്യോ ബേബിക്കുട്ടി മരിച്ചാൽ എന്റെ ദൈവമേ വീടിന്റെ പണിന്റെ അത് തീർന്നേച്ചങ്ങ്, അങ്ങനെ പറയുന്നത്. യോ തങ്കച്ചനും പോയോ? അറ്റാക്കായിരുന്നു. സൈലന്റ് ആയിരുന്നു പുള്ളി. യോഗത്തിനും സൈലന്റ് ആ തങ്കച്ചൻ, പോയതും സൈലന്റ് ആയിട്ടാണ്. അപ്പൊ നമ്മൾ പറയണം, അയ്യോ എന്റെ ദൈവം ആ കൊച്ചിങ്ങടെ കല്യാണം ഒന്ന് കാണാൻ. ആ മൂത്തതിന് ഇപ്പൊ 26 വയസ്സ്. ദൈവമേ ഇച്ചിരി നാളോടെ കൊച്ചിനെ കല്യാണം ഒന്ന് കണ്ട്. അതായിരുന്നു ഇവിടെ വന്നവരെല്ലാം കുറച്ചു നാളോടെ ജീവിച്ചിരുന്നാൽ കൊള്ളാമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ യേശുക്രിസ്തുവിനെ പറ്റി അങ്ങനെ ചിന്തിക്കണ്ട. ക്രൂശിൽ കിടന്നപ്പം അവിടുന്ന് പറയാ എല്ലാം നിവൃത്തിയായി. മുഴുവൻ നിവർത്തിച്ച അവിടുന്ന് പോയത്. അതാ ഈ മരണത്തിന്റെ വിശേഷത. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അവിടുത്തെ തിരുമരണം അത്ര ശ്രേഷ്ഠമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതുപോലെ ഈ മരണത്തെ പറ്റി പ്രസംഗിക്കുന്ന വേറെ ആരുടെ മരണത്തെ പറ്റി യേശുക്രിസ്തുവിന്റെ മരണത്തിന് വിശേഷത എന്ന് പറയാം. കർത്താവിന്റെ തിരുപ്പിറവി, ജനനം 2 സുവിശേഷകന്മാരെ കൊടുത്തിട്ടുള്ളൂ, മത്തായിയും ലൂക്കോസും. എന്നാൽ ഇവിടുത്തെ തിരുമരണം 4 പേരിന്റെ അകപ്പെടുത്തിയിരിക്കുക. ഈ ഭൂമിയിലേക്ക് അവിടുന്ന് കന്യാസൂര്യമായി അവതരിച്ച വിഷയം മത്തായി ലൂക്കോസും വിസ്തരിച്ചിട്ടുണ്ട്. മത്തായിയും സൂചനകളൊക്കെ തന്ന് പറഞ്ഞു. പക്ഷേ മർക്കോസും യോഹന്നാനും അവിടുത്തെ തിരുപ്പിറവിയെ പറ്റി യാതൊരു പരാമർശങ്ങളും ഇല്ല. പക്ഷേ മത്തായിയും മർക്കോസും ലൂക്കോസും യോഹന്നാനും വിട്ടുപോകാതെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടുത്തെ തിരുമരണമാണ്. മരണം വിശേഷപ്പെട്ട മരണമാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എന്തു ഞാൻ ഏകിടും നിന്നുടെ പേർക്കായി, എന്തു ഞാൻ ഏകിടും നിന്നുടെ പേർക്കായി, ചിന്തിക്കുകയും വെറും കേടകല്ലോ, ചിന്തിക്കുകയും വെറും കേടകല്ലോ.
മരിക്കുന്ന സമയത്ത് എല്ലാം നിവർത്തിച്ചിട്ടാ മരിച്ചു, ഒന്നും ബാക്കി വെച്ചിട്ടുണ്ട്. ക്രൂശിൽ കിടന്നപ്പോഴും നിവൃത്തിയായി. ദൈവത്തിന് മകൻ ക്രൂശിൽ കിടക്കുമ്പോഴും ശിഷ്യൻ സ്നേഹിച്ച ശിഷ്യനെ നോക്കി, അമ്മയെ നോക്കി വെച്ച് പറഞ്ഞു, അമ്മ വേണ്ടെന്ന്. മരിക്കുമ്പോഴും യേശുവിന്റെ മരണത്തിന് വിശേഷത ഒത്തിരി ഉണ്ട് കേട്ടോ. മരണത്തിന് ഞാൻ മരണ വീടുകളിലൊക്കെ പറയാറുണ്ട്. അവിടുത്തെ തിരുമരണത്തിന്റെ മാതൃക ഒന്ന്, ആ ക്രൂശിൽ കിടക്കുമ്പോഴും അമ്മയ്ക്ക് സംരക്ഷണം കൊടുത്തേച്ചാ മരിച്ചത്. ചാകുന്നതിന് മുന്നേ ആർക്കെങ്കിലും ഗുണം വരുത്തിയേച്ച് വേണം ചാകാൻ, ചുമ്മാ കെട്ടിപ്പോകരുത്, ആർക്കും ഒരു ഗുണമില്ലാതെ. അമ്മ അതീവ ദുഃഖത്തോടായിരുന്നു. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ദുഃഖവെള്ളിയാഴ്ച ഒരു ഇത് ചൊല്ലുക എന്ന് പറഞ്ഞ പാന നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടല്ലേ? ഇല്ലേ? അർണോസ്പാദിൽ വരിയെല്ലാം മറന്നുപോയി. തെറ്റിലാണെങ്കിൽ ശ്രോതാക്കൾ ക്ഷമിക്കണം. തെറ്റിയാണെങ്കിൽ തെറ്റാൻ സാധ്യതയുണ്ട്, കാരണം നമ്മൾ എപ്പോഴും ചൊല്ലുന്നില്ലല്ലോ. അപ്പം അങ്ങനല്ല ഉദ്ദേശി എന്ന് നിങ്ങൾ പറയുമെന്നറിയാം. എന്നാലും സന്തോഷം കൊണ്ട് രണ്ടു വരി. എൻ മകനെ നിർമ്മലനെ നന്മയെന്നും നിറഞ്ഞോനെ. നിങ്ങൾ പാടിയിട്ട് ചൊല്ലിട്ടില്ലേ? ചൊല്ല്. എന്നാണ് കാരണമായിട്ട് അവിടെ ചൊല്ലുന്നുണ്ട്. അമ്മ കന്യ മണിതന്റെ നിർമ്മലതോ കങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. ദുഃഖവെള്ളിയാഴ്ച അത് നന്നായിട്ട് ചൊല്ലുന്ന പ്രിയപ്പെട്ടവരാണ്. അതൊന്നും ഇപ്പം മുതിരുന്നില്ല. അവൾ അവിടുത്തെ തിരുമരണം അതുപോലെ ശ്രേഷ്ഠമാണ്. എന്തുവായി തിരുമരണത്തിന്റെ വിഷയം? തിരുമരണത്തിലും മാതൃകയാക്കേണ്ട കാര്യമുണ്ട്. ഒന്ന്, അവിടുന്ന് മരിക്കാൻ വന്നതാണ്. അല്ല, ഈ ഒന്ന് കർത്താവ് പറഞ്ഞ മരിക്കാൻ വന്നതാ. രണ്ട്, എവിടെ വെച്ചാ മരിക്കുമെന്നും ജീവിച്ചിരുന്നപ്പോ പറഞ്ഞു. നമുക്ക് വല്ലതും അങ്ങനെ പറയാൻ പറ്റുമോ? ചെല്ലാനത്ത് വെച്ചാന്നോ, മറുവക്കാട് വെച്ചാന്നോ, റാന്നി ഹൈദരെ വെച്ചാന്നോ, ഉരുളേച്ച, അതോ ഇനി ആശുപത്രി വെച്ചാന്നോ? ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറയാൻ പറ്റുമെന്ന് കൈപൊക്കിക്ക്. ദിവസം ഞാനും ഒന്ന് വരുന്നുണ്ട്. കത്തിൽ കിടക്കയിൽ വെച്ചോ അയ്യോ സോദര വഹിച്ചിടുമ്പോഴോ, കത്തിൽ കിടക്കയിൽ വെച്ചോ യോ സോദര വീട്ടിൽ വഹിച്ചിടുമ്പോഴോ, കാടുമലകളിലോ റോഡു തരുകളിലോ, കാടുമലകളിലോ റോഡു തരുകളിലോ കൂട്ടുകാർ ചേർന്നു വാങ്ങി യാത്രകൾ ചെയ്യുമ്പോഴോ, കൂട്ടുകാർ ചേർന്നു വാങ്ങി യാത്രകൾ ചെയ്യുമ്പോഴോ, വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ, വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ, എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന വാലിനാൽ വെട്ടുകൊണ്ടിട്ടോ വല്ലാത്തതായ വ്യാധികൾ വന്ന് കൂടിട്ടോ,
വെച്ചോ, എപ്പോഴാണ് എന്റെ സോദര അവൻ ശ്രദ്ധിക്കുക. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ മരിക്കാനാ. സമയമായോ? മൂപ്പായിട്ട് ഞാൻ തന്നെ സമ്മതിക്കേ. അപ്പൊ ശ്രദ്ധിക്കുക, അവിടെ നിന്നോട്ട് സ്വർഗത്തിൽ നിന്നും വന്നത് തന്നെ മരിക്കാനാ. ഒരു വാക്യം വന്ന് വായിച്ചേ. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 21. അന്ന് തോന്നുന്നു വായിച്ചു. അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാരെ മഹാപുരോഹിതന്മാരെ ശാസ്ത്രിമാരെ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടതെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു. ജീവിച്ചിരുന്നപ്പോഴേ ഇത് പറഞ്ഞേക്കാം. ഇതുപോലെ ആര് പറഞ്ഞു? ഇതിനോട് ചേർത്ത് മർക്കോസ് 8:31 വായിച്ചേ. 31 തോന്നുന്നു. മർക്കോസ് 8:31. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് കൊല്ലുക എന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല. 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ഇങ്ങനെ പറഞ്ഞ ഒറ്റ ഒരുത്തനില്ല. താഴ്ന്ന കാര്യം പറഞ്ഞില്ല, പിന്നല്ല ഉയർത്തുന്ന കാര്യം. സ്തോത്രം. മരിക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ലല്ലോ, പിന്നല്ലേ ഉയർത്തുന്ന കാര്യം. എന്നാൽ യേശു ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. ജീവിച്ചിരുന്നപ്പോ മരിക്കാനാ വന്നത്. ഇനി വായിപ്പിക്കുന്നില്ല, എവിടെ വെച്ച് മരിക്കും? യെരൂശലേമിനോട് ബന്ധപ്പെട്ട് സ്ഥലവും പറഞ്ഞു. ആരാ കൊല്ലുന്നത്? മൂപ്പന്മാര്, ശാസ്ത്രിമാര്. ക്ലിയർ ആക്കി വെച്ചാ പോയി. ഇതുപോലെ ആരാ പറഞ്ഞു? ചിലതൊക്കെ ചത്തത് എങ്ങനെയാണെന്ന് ഇപ്പൊ മൈക്ക് കൂടെ പറയാനൊക്കത്തില്ല. യേശുക്രിസ്തു എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞേച്ചാ മരിച്ചേ. മരിക്കാനാ വന്നത്, മരിക്കും, കൊല്ലും. അത് ആരാണ് അതിന്റെ പിന്നിൽ? എവിടെ വെച്ച് മരിക്കും? ക്ലിയർ ആയിട്ടാ പറഞ്ഞേ. ഇതുപോലെ പറഞ്ഞ ആരുണ്ട്? സ്തോത്രം. അതാ യേശുവിന്റെ മരണത്തിന്റെ ശ്രേഷ്ഠത. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ബദലപുരി മുതൽ കാൽവരി കുറിച്ചുള്ള ബദലപുരി മുതൽ കാൽവരി കുറിച്ചുള്ള വേദനപ്പെട്ടു അമ്മ, വേദനപ്പെട്ടു അമ്മ, യേശുനാഥാനിൻ സ്നേഹം സ്വർഗ്ഗമോടി വെടിഞ്ഞു എന്നെ തേടി ധരയിൽ വന്ന ശ്രീ യേശുനാഥാനിൻ സ്നേഹം ഗതിയെ പോലുള്ള അങ്ങനെയും പ്രതി അടിയനെ പോലുള്ള അഗതികളെ പ്രതി അടിയനെ പോലുള്ള അഗതികളെ പ്രതി അടിമുടി മുഴുവനും അടികൾ നീയോ, അടിമുടി മുഴുവനും അടികൾ നീയോ. യേശുനാഥാവിൻ സ്നേഹം സ്വർഗ്ഗമോടി വെടിഞ്ഞു എന്നെ തേടി ധരയിൽ വന്ന ശ്രീ യേശുനാഥ
സംഭവിക്കും? ആരാ കൊല്ലുന്നത്? മരിച്ചു കഴിഞ്ഞ് എന്ത് സംഭവിക്കും? 3-ാം ദിവസം ഉയർത്തും. അവിടുത്തെ മരണം വളരെ ശ്രേഷ്ഠമാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, 2 സുവിശേഷകന്മാരെ ജനനത്തെ പറ്റി പറയുന്നുള്ളൂ, പക്ഷെ 4 പേര് മരണത്തെ പറ്റി പ്രസ്താവിക്കും. അതും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം മുതൽ 21-ാം അധ്യായം വരെ പഠിച്ചാൽ ഏതാണ്ട് മണിക്കൂറുകളുടെ ചരിത്രമേ യോഹന്നാന്റെ സുവിശേഷത്തിലുള്ളൂ. അത് അവസാന സമയത്ത് യോഹന്നാന്റെ സുവിശേഷം മൊത്തം പഠിച്ച് മരണത്തിന്റെ ചരിത്ര സുവിശേഷം മുഴുവൻ ഏതാനും മണിക്കൂറുകൾ നടന്ന സംഭവം. അല്ലെങ്കിൽ കുറച്ചുകൂടെ പറഞ്ഞാൽ ചില ദിവസങ്ങൾ, മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾ മുമ്പ് നടന്ന സംഭവം. അത്രയ്ക്ക് ശ്രേഷ്ഠമായി മരണം. ദൈവത്തിന്റെ മഹത്വം. മരിക്കാനാ വന്നത്. തന്നെയല്ല എബ്രായ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്നത് മരണം ആസ്വദിച്ചതാണ്. മരണം 2-ാം അധ്യായത്തിൽ അങ്ങനെ മരണം ആസ്വദിച്ചെന്നാണ്. ദൈവത്തിന്റെ മഹത്വം. എന്തിനാ യേശു മരിച്ചതെന്തിനാ? എബ്രായ ലേഖനം അതുകൊള്ള വാക്യമാ 9:26 എന്ന് വായിച്ചു. മരിച്ചതെന്തിനാ? എബ്രായർ 9:26 മരിച്ചതുകൊണ്ടുള്ള ഗുണമെന്നാ? അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. പിന്നെ എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി. അപ്പോൾ പാപപരിഹാരം യേശു മരിച്ചത്. ഇവിടെ വന്ന് മരിച്ചവരാരും പാപപരിഹാരം വരുത്താൻ മരിച്ചവരല്ല. പാപപരിഹാരം വരുത്താൻ ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. സ്നേഹിത, സുഹൃത്തെ, മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, സഹോദര, സഹോദരി, നിന്റെ പാപത്തിന് പരിഹാരം വരുവാനാ യേശു മരിച്ചത്. ഇന്ന് രാത്രി ഒറ്റ വാക്ക് പറ, യേശുവേ, ഇന്ന് രാത്രി എന്റെ പാപം ക്ഷമിച്ച് എന്നെ രക്ഷിക്കണം, എന്റെ ഉള്ളത്തിലേക്ക് വരണം. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ഇന്ന് രാത്രി എന്റെ പാപങ്ങൾ മോചിക്കണം, എന്നെ അവിടുത്തെ മകളാക്കി തീർക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. ഇതുപോലെ വിശേഷപ്പെട്ടൊരു മരണം വേറെ മരിക്കാൻ വന്നതാണ്. ദൈവത്തിന്റെ മഹത്വം. മരണത്തിന് ഒത്തിരി വിശേഷം. അവിടുത്തെ മരണത്തിന്റെ മാതൃകയുണ്ട് കേട്ടോ. ജീവിതം മാതൃകയാക്കുന്നത് പോലെ ഞാൻ മരണ വീടുകളിലൊക്കെ അവസരം കിട്ടുകയാണെ പറയും, മരണത്തിലും നമ്മൾ മാതൃകയാക്കണം. എന്തുവാ മാതൃകയാക്കേണ്ടത്? ഒന്ന്, മരിക്കുന്നതിന് മുമ്പ് ആ ക്രൂശിൽ കിടന്ന ദുഷ്പ്രവർത്തിക്കാൻ ഒരു വലത്താണോ ഇടത്താണോ എന്നൊന്നും പുസ്തകത്തിലില്ല. ഇല്ലാവനെന്ന് ഞാനും പറയുന്നില്ല. ഇനി അത് പറഞ്ഞൊരു തർക്കവും വേണ്ട. ഞാൻ ഈ വേറെ പുസ്തകം മൊത്തം വായിച്ചു. വലത്തൊന്നോ ഇടത്തൊന്നോ എഴുതിയിട്ടില്ല. ഇങ്ങനെ ആയിരിക്കുന്നത്, ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ അവനെ രണ്ടുപേരും അപ്പുറം ഇപ്പുറം കിടക്കുക. പൊന്നുതമ്പരാ നടുക്ക. അന്തന മനുഷ്യന് കാഴ്ച നൽകിയ കൈകളെ, അന്തന മനുഷ്യന് കാഴ്ച നൽകിയ കൈകളെ, രോഗികളെ സൗഖ്യമാക്കിയ കൈകളല്ലയോ ക്രൂശിൽ, രോഗികളെ സൗഖ്യമാക്കിയ കൈകളല്ലയോ ക്രൂശിൽ. കാണുന്നു ഞാൻ കാൽവരി മാമല ക്രൂശിൽ, കാണുന്നു ഞാൻ കാൽവരി മാമല ക്രൂശിൽ കൺമുൻപില.
മാമല മുൻപിലാ കാണുന്നു ഞാൻ കാൽവരി മാമല അപ്പൊ ശ്രദ്ധിക്കുക, അവിടുന്ന് ക്രൂശിൽ കിടക്കുക. ഇടത്തും വലത്തും അപ്പുറം ഇപ്പുറം രണ്ട് ദുഷ്പ്രവർത്തിക്കാരെ അവിടുത്തോട് കൂടെ ക്രൂശിച്ചു. ഒരു തന്നെ അവിടെ കിടന്നുകൊണ്ട് പറയുക, ഇടത്താന്നെ ഇടത്ത്, വലത്താന്നെ വലത്ത്, ഏതായാലും ഒരുത്തനാ. ദൈവോത്തരല്ലേ, ദൈവമല്ലേ, നീ കൂടെ നിന്നെ തന്നെ രക്ഷിക്കുന്നു, ഒക്കുന്നെങ്കിൽ ഞങ്ങളെ കൂടെ ദുഷിക്കുക. ഇപ്പറ കിടന്നവനെ ബോധമുള്ളവനാ. അവൻ പറഞ്ഞടാ മുടിഞ്ഞവനെ, അങ്ങനെ എഴുതിയിട്ടില്ല. എടാ മുടിഞ്ഞവനെ ആണി കയറിയിട്ട് നീ ഒതുങ്ങുന്നില്ലല്ലോ. ആണി അടിച്ച് കേട്ടിട്ട് നിനക്ക് വെള്ളപ്പൊക്കം വന്നിട്ട് ഒതുങ്ങിയോവല്ലോ. കോവിഡ് വന്നിട്ട് വല്ലോ ഇപ്പോഴും മരുമകളുമായിട്ട് കച്ചമുറി എടുത്തു കൊടുത്ത് എന്ത് പാടിയാണ് ചോദിക്കുന്നത്? ഒതുങ്ങിയോ തള്ളേ പറ. കടല് കയറി വരിക, കരിങ്കല്ലിട്ടോ കടൽ ഇതില്ലോ വലിയ മിച്ചതാണോ? ഇത് ദൈവം തമ്പുരാൻ മണൽ കൊണ്ടിട്ടോ കൊണ്ട് നിൽക്കുന്നതാ, അല്ലാതെ ഗവൺമെന്റ് കല്ലിട്ടോ സ്വർഗത്തിലെ ദൈവം തടഞ്ഞു നിർത്തിയിരിക്കുന്നതാണ്. ഒറ്റ കയറ്റം ഇങ്ങോട്ട് കയറിയാൽ മതി, പോരെ? ദൈവം സൂക്ഷിച്ചു നിർത്തിയിരിക്കുന്നതാണ്. മണൽ കൊണ്ട് അതിലിട്ടേച്ച് പറഞ്ഞു ഇവിടം വരെ ഇങ്ങോട്ട് കയറിയ. എന്നാലും നീ ഞായറാഴ്ച സഭയെ വന്നിട്ട് അന്നശാസ്ത്ര എന്നാലും തീർത്ത് വെച്ചേച്ച നീ ഒതുങ്ങിയോ ഇതുവരെ? പാസ്റ്റർക്കെന്നെ അറിയത്തില്ലെന്ന്, നിന്നെ അറിയുന്ന ഒരുത്ത ഉയരത്തിലുണ്ട്. ഫ്രാൻസിസ് ആരാന്നൊന്ന് അന്വേഷിക്കണം. പിന്നെ ചെല്ലാനം ഫ്രാൻസിസ്, നിന്നെ അറിയുന്നവൻ സ്വർഗത്തിലുണ്ട്. പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, ഞെളിയാതെ ഭയപ്പെട്, ദൈവത്തെ ഭയപ്പെട്. മറ്റവൻ ചോദിക്കുക, ആണി കയറിയിട്ട് നിനക്ക് ഒതുക്കം വന്നില്ലേടാ? എന്നിട്ട് അവൻ അവിടെ കിടന്നോട് പറഞ്ഞു, എടാ നമ്മൾ കൊന്തറാക്കൊള്ളി ഒപ്പിച്ചാണ് ആ ആണിയും കയറി ഇവിടെ കിടക്കുന്നത്. ഈ നീതിമാനൊന്നും ചെയ്തിട്ട് നിർദോഷൻ നിർമ്മലൻ പാപികളോട് വേർപെട്ടു പാരിതിൽ പാർത്തിടുന്നവൻ. നിർദോഷൻ നിർമ്മലൻ പാപികളോട് വേർപെട്ടു പാരിതിൽ പാർത്തിടുന്നവൻ. ദുഷ്ടരെ വീഴ്ത്തിപ്പാൻ തൻ ശുദ്ധനുമായി സിയോൻ കുമാരിനിൽ കാന്തൻ വേഗം വരുന്നീതാ. സിയോൻ കുമാരിനിൽ കാന്തൻ വേഗം വരുന്നീതാ. നമ്മൾ ചെയ്ത തെറ്റിന് തക്ക ശിക്ഷയാ ആണി അടിച്ചു കിടക്കുന്നത്. ഈ നീതിമാനൊന്നും ചെയ്തിട്ടില്ല. നിർത്തിയച്ചവൻ അതിന്റെ കൂടെ പറഞ്ഞു, യേശുവേ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോ അതാ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു. സ്തോത്രം സ്തോത്രം സ്തോത്രം. അന്നേരം യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിൽ. മരണത്തിന്റെ മാതൃക എന്നാണെന്നറിയാമോ? മരിക്കുമ്പോൾ ഒരുത്തനെയും കൂടെ നേടി. ഞാൻ നിങ്ങളും മരിക്കുന്ന കണ്ണടയുന്നതിന് മുന്നേ ഒരുത്തനെയും കൂടെ നേടിക്കുവാണ്. കണ്ണടയുന്നതിന് മുന്നേ കണ്ണടയുമ്പോഴും ആശുപത്രിയിൽ ഡോക്ടർ വേണം യേശു രക്ഷിക്കുമെന്ന് ഒക്കുന്നെങ്കിൽ മക്കളോടോ ആരോടും അത് പറഞ്ഞു. ഇഷ്ടമുണ്ടെ അംഗീകരിച്ചാൽ മതി, പക്ഷെ നീ ഇത് പറയണം, യേശു രക്ഷിക്കും. യേശു മാത്രമാ രക്ഷകൻ. ദൈവത്തിന്റെ മഹത്വം. അവിടുന്ന് രക്ഷിതാവാ. നമുക്ക് രക്ഷിതാവിനെ കിട്ടിയിരിക്കുക. അവിടുത്തെ തിരുവണ്ണത്തിന്റെ ഒന്നാമത്തെ മാതൃക കണ്ണടയ്ക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തിയെ കൂടെ നേടിക്കോണം.
അധികം വിസ്തരിക്കുന്നില്ല. കർത്താവിന് മഹത്വം. അവിടുത്തെ തിരുമരണം ഏറ്റവും ശ്രേഷ്ഠമാണ്. അവിടുന്ന് മരിച്ചത് കൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് രക്ഷ വന്നിരിക്കുന്നത്. മരിക്കാൻ തന്നെ അവിടുന്ന് വന്നത്. സ്തോത്രം. അത് നമുക്ക് ഭാഗം വിടാം. എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തണം. അതുകൊണ്ട് നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു മരിച്ചു. നിങ്ങൾ വിഷയം വിട്ടുപോയി. ഞാൻ പോയിട്ടില്ല. സങ്കീർത്തനം വായിക്കരുതെന്നാ കുറെ ആൾക്കാർ പറഞ്ഞത്. അതിന്റെ തെളിവായി തന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ പുതിയ ഉപദേശക്കാർ പറഞ്ഞ സങ്കീർത്തനത്തിന് പ്രാധാന്യമില്ലെന്നാ. ഉണ്ടെന്ന് ഒരു തെളിവ്, ഒത്തിരി ഉണ്ട്. ഒരു തെളിവാ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശു കൊരിന്ത്യലേഖനം 15 പറയുമ്പോൾ തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളെ പ്രകാരം അവിടുന്ന് ഉയർത്തു. അപ്പൊ അവിടുന്ന് ഉയർത്ത അരുമശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ട് ഇവരെ ഒടുവിൽ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി ബദാന്യോളം കൊണ്ടുപോയി അന്തകൽപ്പന കൊടുത്തു. മത്തായി 28, മർക്കോസ് 16, ലൂക്കോസ് 24, അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 1 ഒക്കെ പഠിക്കുമ്പോൾ അന്തകൽപ്പന കൊടുത്തവർ നോക്കി നിൽക്കുമ്പോൾ യേശു സ്വർഗത്തിലേക്ക് പോയി. പോകുന്നതിന് മുന്നേ അവിടെ തുടങ്ങി, നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. നിങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് കൂടിയിരിക്കുക. അങ്ങനെ കൂടിയിരിക്കുമ്പോൾ പത്രോസ് പ്രധാനപ്പെട്ട ഒരാളാണല്ലോ. അപ്പം അപ്പോസ്തലന്മാരും പിന്നെ അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, പിന്നെ നമ്മുടെ ഇടയിലുണ്ടൊരുത്തൻ പരുവക്കേടായി. ആരാ? യൂദ. അവനെ തൂന്നിച്ചത്ത ചത്തത് പോലും ഒത്തില്ലെന്നുള്ളതാണ്. അവൻ തൂങ്ങിച്ചത്ത് കയറുവങ്ങാണ്ട് പൊട്ടി, അല്ലെങ്കിൽ തല്ലി വീണ്, ഉടലും കുറിച്ച് ഈ നാശക്കൊള്ളി. അവിടുന്ന് യേശുവിന് ഒറ്റിക്കൊടുക്കുന്നവനെല്ലാം ഇതാകി. കൂടെ നിൽക്കുന്ന ഉപദേശി, അച്ഛനെ, കപ്പിയാരെ, കൈകാരനെ, കൂട്ടുവിശ്വാസിയെ, സഭാവിശ്വാസിയെ ഒറ്റിക്കൊടുക്കുന്നവനെല്ലാം യൂദ പോയതുപോലെ ഒടുവിൽ മിണ്ടുന്നില്ല, പേടിച്ചിട്ടായിരിക്കും. അത് ഒറ്റിക്കൊടുത്തിരിക്കുകയാണ്. രണ്ടിലേതെങ്കിലും ഒന്ന. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവന് നാശം വന്നു. അപ്പൊ അതുകൊണ്ട് പറഞ്ഞൊരു കാര്യം ചെയ്യണം, അവൻ ഒഴിഞ്ഞു പോയ സ്ഥാനത്തേക്ക് ഒരുത്തരം നമുക്ക് തെരഞ്ഞെടുക്കണം. അപ്പോൾ വിസ്തരിച്ചെടുത്തില്ലെങ്കിൽ അപ്പോസ്തലന്മാര് ചോദിച്ചു, അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാൻ പ്രമാണമുണ്ടോ? അപ്പോൾ പത്രോസ് പറഞ്ഞു, പിന്നെ പ്രമാണമുണ്ട് സങ്കീർത്തനത്തിൽ. അവന്റെ സ്ഥാനം മറ്റൊരുത്തൻ. സങ്കീർത്തനത്തിലെ വാക്യത്തിന്റെ വെളിച്ചത്തിലാ തെരഞ്ഞെടുപ്പ് നടന്നത്. അല്ലാതെ ബാലറ്റ് പേപ്പർ പാനലും പിടിച്ച് കാസർഗോഡ് മുതൽ കന്യാകുമാരി, കന്യാകുമാരി മുതൽ കാസർഗോഡിന്റെ ഉപ്പള വരെ വണ്ടിയിൽ ഇങ്ങനെ നടക്കുക, കന്നാലി പോകും പോലെ. ഞാൻ പറയാൻ തന്നെ പോട്ടെ. ഇതുമായി നമ്മുടെ വിഷയത്തിൽ വരാം. അത് ഞാൻ അവിടെ പറഞ്ഞോളാം. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 15 മുതൽ വായിച്ച് ആരൊക്കെയാ കൂടിയിരുന്നത്? 1-15 മുതൽ വായിച്ചു. പെട്ടെന്ന് പേടിക്കണ്ട, കണ്ണിക തുടങ്ങുന്നത് മുതൽ വായിക്കും. അക്കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു 120 പേര് കൂടുന്ന ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാർ. അപ്പൊ ആരൊക്കെ ഉണ്ടെന്ന് 12-ാം വാക്യം വന്ന് വായിച്ചേ. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകും. അടുത്തത് അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. അടുത്തത് പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായി യാക്കോബ്,
മകനായ യാക്കോബ്. സമുദായക്കാര് ഓർത്തഡോക്സുകാരൊക്കെ ചൊല്ലി ഇവിടെ എങ്ങനെയാണെന്നറിയാം. യാക്കോബും കറിയോത്ത് തട്ടിപ്പോയി. അവന് ഇവിടെ ഇല്ല, ഈ ലിസ്റ്റിലില്ല. അവൻ പരിപാടി. ഇത് അൽബായിയുടെ മകൻ യാക്കോബും. അടുത്തത് എരിവുകാരനായ ശീമോൻ. പിന്നെ യാക്കോബിന്റെ മകനായ യൂദ. അത് തെളിച്ച് കണ്ടോ? മറ്റവൻ തൂങ്ങി ചത്തു. യാക്കോബിന്റെ മകനായ യൂദ. ഇവരെല്ലാവരും, അല്ലാതെ പൊത്തവറിയാൻ മേലാത്തവരും ഇവിടെ യൂദ അവിടെ ഉണ്ടായിരുന്നു. ഇത് വേറെ യൂദായ. പിന്നെ ഇവരെല്ലാവരും സ്ത്രീകളോടും, പിന്നെ സഹോദരിമാരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ അയ്യോ അമ്മ മറിയം, ആ മാന്യ മഹതിയും ഉണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു. അടുത്ത അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട പ്രാർത്ഥന കഴിച്ചു. ഇവരെല്ലാം കൂടെ ഒന്നിച്ച് മേളിക്ക് മുറിഞ്ഞിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ പീറ്റർ ചാടി എഴുന്നേറ്റ് ഒരു കാര്യം പറഞ്ഞത് വായിച്ചു. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെ കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവഴുത്തിന്. അപ്പോൾ യൂദ ജനിക്കുന്നതിന് മുമ്പേ അവൻ ഇസ്രായേലിന്റെ നായകനാകുന്ന ദാവീദ് ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തവനാണ്. ആ ദാവീദ് ആത്മാവിൽ ദർശിച്ച് ഈ നാശക്കൊള്ളിയെ പറ്റി പ്രവചനം പറഞ്ഞായിരുന്നു. ഇവൻ ഒറ്റക്കൊടുക്ക് വന്നു, അവൻ ചുംബിക്ക് വന്നു, അവന്റെ വെമ്പള വിധവയായി തിരുവന്നു, അവന്റെ പിള്ളേരെല്ലാം തെണ്ടി നടക്കുവന്നു. അവന്റെ സ്ഥാനം മറ്റൊരുത്തൻ. പിന്നെ ദാവീദ് പറഞ്ഞത് വായിച്ചേ, 9-ാം സങ്കീർത്തനത്തിന്റെ എല്ലാം വായിക്കാൻ നേരമില്ല. 8-ാം വാക്യം മുതൽ വായിച്ച് ഈ നാശകോടാലിയെ പറ്റി എത്രയോ കൊല്ലം മുമ്പ് ദാവീദ് എഴുതി വെച്ചിരിക്കുന്നത്. വായിച്ചേ 100. അവന്റെ നാളുകൾ ചുരുങ്ങി പോകട്ടെ. ചുരുങ്ങിയല്ലോ, ഇനി എന്നാ ചുരുങ്ങാനാ? അവന്റെ സ്ഥാനം എന്റെ അഭിപ്രായം പറഞ്ഞാൽ യവനിച്ചിരി ചെറുപ്പമായിരുന്നു. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ 2 പേര് ചെറുപ്പമായിരുന്നല്ല. ഒന്ന് യൂദായും പിന്നെ 2 യോഹന്നാൻ. അങ്ങനെ അക്കണക്ക് വെച്ച് നോക്കിയാൽ ഇവൻ എത്ര നാൾ ജീവിച്ചിരിക്കേണ്ടവനാ. യോഹന്നാൻ 95 അപ്പലം വരെ ജീവിച്ചു. ഈ കോടാലിയും അത്രയൊക്കെ ഏകദേശം പറഞ്ഞതാ. അവൻ്റെ ചുരുങ്ങി ആയുസ് മുഴുവൻ അവൻ ചുരുങ്ങി നശിച്ചു പോയി. അങ്ങനെ എഴുതിയേക്കുന്നത്. അവന്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ. അവന്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ. അവന്റെ ആയുസ് ചുരുങ്ങി. നീ ഒറ്റിക്കൊടുത്താൽ, ചതിച്ചാൽ, വഞ്ചിച്ചാൽ നിന്റെ ആയുസ് ചുരുങ്ങും. നീ എന്നാ ചുരുങ്ങാനാ? അവന്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ. അവന്റെ സ്ഥാനം മറ്റൊരുത്തൻ ഏൽക്കട്ടെ. അവന്റെ മക്കൾ അനാഥരും അവന്റെ ഭാര്യ വിധവയുമായി തീരട്ടെ. അവന്റെ മക്കൾ അലഞ്ഞു തെണ്ടി നടക്കട്ടെ. ഇതൊക്കെ ഇവൻ ഒറ്റിക്കൊടുക്കുന്ന, ഇവൻ ജനിക്കുന്നതിന് മുന്നേ ദാവീദ് എഴുതി വെച്ചിരിക്കുക. ഇനി ഇത് വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 20 മുതൽ വായിച്ചതിന് സമയമില്ല. 1-20 പെട്ടെന്ന് വായിച്ചു. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ. വായിച്ചതാ 150-ാം സങ്കീർത്തനം. അതിവിടെ കോട്ട് ചെയ്ത് പറയുക. അടുത്തത്, അതിലാരും പാർക്കാതിരിക്കട്ടെ. അവനൊരു നിലം മേടിച്ച് കാശ് കിട്ടി, നീതിമാനം ഒറ്റിക്കൊടുത്തപ്പോ അവന്റെ വെപ്രാളം വരെ വെച്ചു എല്ലാം കൂടെ കയറി അതെടുത്ത് വള്ളിക്കെറിഞ്ഞു കൊടുത്ത്, വള്ളിക്കാരി പറഞ്ഞു വേണ്ട, അകത്ത് ഇത് വേണ്ടാന്ന് പറഞ്ഞു പോയി ഒരു നിലം വാങ്ങി. രക്തനിലം, അക്രതാമ. അത് ഗുണം പിടിച്ചോ? അതുമില്ല. ചതിച്ചും മഞ്ഞിച്ചും നീ 10 ഉണ്ടാക്കിയാലും വീടുണ്ടാക്കിയാലും വണ്ടി അതൊന്നും ഒതകുകാരനായി പറഞ്ഞതിന്റെ അർത്ഥം കൈവടിപ്പായിരിക്കണം. ഒത്തിരി പറയാനുണ്ട്. ഇത് വായില്ല. എന്നും അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തനും ലഭിക്കട്ടെ. അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തൻ ലഭിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ദാവീദ് എഴുതിയിട്ടുണ്ട് സങ്കീർത്തനത്തിൽ. അടുത്ത
ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീർന്ന, അങ്ങനെ അവർ യുസ്തോസ് എന്ന മറുപേരുള്ള ബർശേബ എന്ന യോസേഫ് അപ്പൊ യോസേഫ്, പിന്നെ മത്തിയാസ് എന്നീ രണ്ടുപേരെ നിർത്തി ചീട്ട് ആർക്ക് വീണ്? മത്തിയാസിന് വേണം. ഒറ്റിക്കൊടുത്തവൻ തൊലഞ്ഞു. ഇവിടെ രണ്ടുപേരെ നിർത്തി ചീട്ടിട്ടു. ഇടയ്ക്ക് കയറി പറയുക, ഒറ്റിക്കൊടുക്കരുതേ, ചതിക്കരുതേ, വഞ്ചിക്കരുതേ, ആർക്കും ദ്രോഹം ചെയ്യരുതേ, അയലത്തുകാർക്കും ചാർച്ചക്കാർക്കും ബന്ധുപത്ര ഏത് സമയങ്ങളിലും ആകട്ടെ, ഏത് മതമാകട്ടെ, ആർക്കും ദോഷം ചെയ്യരുത്. നീതിയോടും വിശ്വസ്തയോടും വേണം ജീവിക്കാൻ. അവനെ ഒറ്റുകൊടുക്കാമോ? അല്ല, ഞാൻ വിവരിക്കും. പന്തിരുവരിലൊരുത്തന യൂതൻ വരുന്നു, തന്തയെ കാണിച്ചു കൊടുപ്പാ. തന്തയെ കാണിച്ചു കൊടുപ്പാ. കഷ്ടം കഷ്ടം തന്തയെ കാണിച്ചു കൊടുപ്പാ. അതേ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഞാൻ പല കാര്യവും വിടുക. എങ്കിലും നിങ്ങൾ ഇത്ര സമയം തന്നതിന് ഒത്തിരി നന്ദി. ദൈവത്തിന്റെ മകത്ത് നിങ്ങൾ കേട്ടിരിക്കുന്നതിനും വളരെ അഭിനന്ദിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, അങ്ങനെ യൂദ ഒടിഞ്ഞു പോയ സ്ഥാനത്ത് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കണം. അതിന് അടിസ്ഥാന വാക്യമെടുത്തത് സങ്കീർത്തനത്തിൽ നിന്നാണ്. ഞാൻ പറഞ്ഞ സങ്കീർത്തനത്തിന് പ്രാധാന്യം ഉണ്ടെന്നോ മാത്രമാണോ? എമ്മോസിൽ പോയി ശിഷ്യന്മാർക്ക് ക്രിസ്തുവേശു പ്രത്യക്ഷപ്പെട്ട് എന്നിട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ മോശയുടെ ന്യായപ്രമാണവും സങ്കീർത്തനത്തിലും പ്രവചനത്തിലും തന്നെ പറ്റി എഴുതിയത് 41 വാക്യം വായിച്ചേ, 41 മുതൽ വായിച്ചേ, 24-41 ലൂക്കോസ്. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരോട്, തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു കണ്ണം വറുത്ത മീനും അത് കഴിഞ്ഞിട്ട് 41 സന്തോഷത്താൽ ഇതെത്രയാ? 24-41. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരോട് തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു കണ്ണം വറുത്ത മീനും അവന് കൊടുത്തു. അത് മോശയുടെ ന്യായപ്രമാണത്തിലും സങ്കീർത്തന പുസ്തകത്തിലും അതെത്ര മാറ്റമാണ്? അത് 44. അതൊന്ന് വായിച്ചത്. പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അടുത്തത് മോശയുടെ ന്യായപ്രമാണം പഞ്ചഗ്രന്ഥമേ, പ്രവാചക പുസ്തകം, പിന്നെ സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. കർത്താവ് ഡയറക്റ്റ് പറഞ്ഞതാ എന്നെ പറ്റി എഴുതിയിട്ടുണ്ടെന്ന് സങ്കീർത്തനത്തിൽ. അതായത് കുറെ ഊളന്മാര് പറയാ വായിക്കുന്നത് എന്നെല്ലാം ഭ്രാന്ത. മനസ്സിലാവുന്നുണ്ടോ? എന്നെ ഒരു പരുവക്കേട് പോലെ. നീ യേശുവിനേക്കാൾ വലിയ ആളാകണ്ട. കർത്താവ് ഡയറക്റ്റാ പറഞ്ഞത്. മോശയുടെ ന്യായപ്രമാണത്തിലും സങ്കീർത്തനത്തിലും പ്രവചനത്തിലും വായിച്ച് നിങ്ങളൊന്ന് ദേവദാസന്മാരെ ഒന്ന് സഹായിക്കേ. ഒന്നുകൂടെ വായിച്ചേ. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും യേശു ഡയറക്റ്റ് പറഞ്ഞ കാര്യമാണ്. എന്നെ പറ്റി സങ്കീർത്തനത്തിൽ. എന്നാൽ ഇവന്മാര് പറയാ വായിക്കരുതെന്ന്. അച്ഛന്റെ അഭിപ്രായം എന്താ? അതിനൊരു കാര്യമുണ്ട്. പറയാൻ അറിയാൻ മേലെ വായിക്കാതിരിക്കുന്നതാ.
പണ്ടെടുത്ത തങ്ങേന്ന് വീണ് ചത്തു, താഴോട്ട് വീണ് പടലി തെറിച്ചു, പടലി ഒടിഞ്ഞു ചത്തു. ഉപദേശിച്ച സ്ഥലത്തില്ല. ആരോ പറഞ്ഞു ഇനി ആളെ നല്ല മനുഷ്യനാ മരിച്ചെന്ന്. എങ്ങനെയെന്ന് വീണു. അയ്യോ, പുള്ളിക്കാട്ട് ഇന്നത്തെ വാഹന സൗകര്യമില്ല. പുള്ളി ഓടി വന്നു. നല്ല മനുഷ്യനാ, ചേച്ചിയുടെ പരിജ്ഞാനൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, നല്ല മനുഷ്യനാ. ഓടി വന്ന് ഭാര്യയും പിള്ളേരും എല്ലാം കരയുക, ബന്ധുപത്രാദികളെല്ലാം വിടുമരണമല്ലേ, എന്റെ തലച്ച് പലരും കരയുക. പുള്ളി വന്ന് സമാധാനപ്പെടും. നമുക്ക് സങ്കീർത്തനം 109 എടുത്ത് വായിച്ചു. അവന്റെ ഭാര്യ വിധവയായി തീരട്ടെ, അവന്റെ മക്കൾ തെണ്ടി നടക്കട്ടെ, അവന്റെ സ്ഥാനം മറ്റൊരുത്തൻ. ആ സങ്കീർത്തനാണോ അവിടെ വായിക്കുന്നത്? വായിച്ചത് സങ്കീർത്തനമാ, അനാവശ്യമൊന്നുമില്ല. പക്ഷെ ആ സങ്കീർത്തനമല്ല ആ സന്ദർഭത്തിൽ അവിടെ വായിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ സന്ദർഭോചിതമായിട്ട് സങ്കീർത്തനം വായിക്കാം. വായിക്കരുതോ? വായിക്കാം. കർത്താവ് ഡയറക്റ്റ് പറഞ്ഞിരിക്കുക, എന്നെ പറ്റി എഴുതിയിട്ടുണ്ടെന്ന്. 2-ാം സങ്കീർത്തനം 12 അവിടുത്തെ പറ്റിയല്ലോ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ അവിടുത്തെ പറ്റിയാ. 22-ാം സങ്കീർത്തനം 11 മുതൽ താഴോട്ട് വിടുവാൻ കഷ്ടാനുഭവങ്ങളല്ലേ. അനേകം നാളെ തന്നെ വളർന്നു ഭാഷാകൂട്ടന്മാർ ഉപക്ഷയോട് ഇണർന്ന് ശബ്ദം പോലെ എന്റെ നേരെ വായു വിളർക്കുന്നു. മുഴുവൻ അവിടുത്തെ പറ്റിയല്ലേ. എന്നാൽ ഈ കുറെ ഊളന്മാർ പറയുക ഇതൊന്നും കൊണ്ട് വെച്ച് പാസ്റ്റേ ഉണ്ട്, അവിടെ വല്ലതും ഉണ്ടോ അങ്ങനത്തെ മെനകേടുമല്ലോ ഉണ്ട്, എന്നോട് പറയണം. എല്ലാ തിരുവഴുത്തും ദൈവശാസികമാണ്. സത്യാചാര്യന്റെ മുമ്പിൽ നൃത്തം തുടങ്ങിടുമ്പി തപ്പോ കിന്നരങ്ങൾ വായി. ഓ സത്യാചാര്യന്റെ മുമ്പിൽ നൃത്തം തുടങ്ങിടുമ്പി തപ്പോ കിന്നരങ്ങൾ വായി. ഓ കൈതാളനാദമേ സത്യ മുഴങ്ങിടത്ത് സദാ നാടുകിടത്ത് ഘോഷം. ഓ കൈതാളനാദമേ സത്യ മുഴങ്ങിടത്ത് സദാ നാടുകിടത്ത് ഘോഷം. അല്ല, എറണാകുളം സൈഡിലും കോഴിക്കോട്, കൊട്ടാരക്കര, കോയമ്പത്തൂർ, ബാംഗ്ലൂരൊക്കെ ചില ഉപദേശക്കാർ പറഞ്ഞ് പടി നിയമം വായിക്കരുത്, പടി നിയമം പ്രസംഗിക്കരുത്, പടി നിയമം കുത്തിക്കെട്ടിയത് ആരാ, അത് കീറിക്കണ. ഞാൻ ചോദിക്കട്ടെ, അതിലൂടെ പറഞ്ഞേക്ക്, ഏതായാലും ഇതിലൂടെ പറഞ്ഞോട്ടെ. എന്നെ ഒരു സങ്കടം. ഇപ്പൊ വേണം ഇന്ന് യോഗം കഴിയുമ്പോ ഭാഷയോട് പറയും, അയാളെ വിളിക്കരുത് തന്നെ ഞങ്ങള് പറഞ്ഞതാ എന്ന് പറയാൻ സാധ്യത. ദൈവത്തിന് മഹത്വം. ഇന്നത്തെ സ്റ്റേജിലല്ല, ഇവിടെ അധികമില്ല. ഈ വാദ്യ ഉപകരണങ്ങളെല്ലാം വെച്ച് ഇപ്പൊ വായിക്കുന്നേ, ട്രമ്മ്, സൈത്രമ്മ്, പിന്നെ കീബോർഡ്, പിന്നെ മൃദംഗം, തബല, പിന്നെ ഞങ്ങളുടെ ശില്പാസ് പറഞ്ഞ ചിഞ്ചില്, എല്ലാ വാദ്യവും അത് നല്ലതാ, വേണം. എന്റെ അഭിപ്രായം ചെണ്ട വര വേണമെന്നാണ്. സകല വാദ്യത്രങ്ങളും സകല വാദ്യ ഘോഷത്തോടെ എല്ലാം വേണം. അതെല്ലാം വെച്ചല്ലോ ഇന്നത്തെ ഇളക്കവും ചാട്ടവും മേളവും ഓളവും ഒക്കെ അത് നല്ലതാ. ഞാൻ ചോദിക്കട്ടെ, പഴയ നിയമം വേണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ ഇതെല്ലാം കൂടെ വെച്ച് വായിക്കാൻ ഒറ്റ വാക്യം കാണിക്കാവോ? ആ കൂടെ പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ വീണ പിടിച്ച് വൈണികന്മാര് 15 നീട്ടുന്നെന്നാ കാണുന്നത്. ആദ്യത്തെ 5 പുസ്തകവും 21 ലേഖനം, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ ഈ കാണുന്ന ഇതെല്ലാം കൂടെ വെച്ച് പിള്ളേരുടെ പക്ഷേ പെരുപ്പിക്കാൻ ഒറ്റ വാക്യമില്ല. പിന്നെ ഏത് വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം വെച്ച് മൂപ്പിക്കുന്ന മനസ്സിലാകുന്നുണ്ട്. ഉണ്ടാകട്ടെന്ന് ഓർത്താ അതിന് ഞാൻ ഇങ്ങനെ പറഞ്ഞേ,
എല്ലാ തിരുവെടുത്തും ദൈവശാസ്ത്രമാണ്. ഉൽപ്പത്തി 1 മുതൽ വെളിപ്പാട് 22-ാം അധ്യായം വരെ ഇത് തിരുവെടുത്താണ്. ദൈവത്തിന് മഹത്വം. നന്നായിട്ട് ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിച്ച് എല്ലാത്തിനും ഉപരി ജീവിതം കാത്തു സൂക്ഷിച്ച് കർത്താവിന്റെ വരവിനൊരുങ്ങണം. അതിനാ ഇതെല്ലാം തന്നിരിക്കുന്നു. ഇടയ്ക്ക് കയറി പറഞ്ഞതുള്ള നമുക്ക് ഒത്തിരി കൊണ്ട് പറയാൻ അതെല്ലാം വിടുക. സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ സങ്കീർത്തനത്തിന്റെ വെളിച്ചത്തിനാ മത്യാസനം തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ വായിച്ചത് 29-ാം സങ്കീർത്തനത്തിന് കേട്ട ഒന്നുകൂടെ വാക്യം വായിച്ചാട്ടെ. യഹോവയുടെ ശബ്ദം മരുഭൂമിക്ക് നടക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടക്കുന്നു. കമ്പിവാചകം പോലായിരിക്കും ഇനിയുള്ള പ്രസംഗം ദൈവദാസൻ പറഞ്ഞ കൃത്യസമയത്തിന് 1 മിനിറ്റ് മുമ്പ് നടത്തും. വെപ്രാളൊക്കെ ചെല്ലു പറഞ്ഞിട്ടായിരിക്കും വെളി വന്നുമില്ല, സമയത്തിന്റെ കാലത്ത് വന്നു നിർത്തുകയല്ല. ബോധമുള്ളവനല്ല, ചില ബോധക്കേടുണ്ട്, എന്നാലും ഇന്ന് ബോധം ഉണ്ടാകും. അപ്പൊ ശ്രദ്ധിക്കുക, യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടക്കുന്നു. ഓർപ്പിച്ചല്ലോ, ഈ തിരുവചനത്തിനകത്ത് മുഴുവൻ ദൈവശബ്ദമാണ്. ദൈവം തമ്പുരാൻ പല നിലകളിലാണ് നമ്മോട് ഇടപെടുന്നത്. ശാന്തമായിട്ട് ദൈവം സംസാരിക്കും, ശക്തമായിട്ട് ഇടപെടും, സൗമ്യമായിട്ട് ഇടപെടും, സാവധാനതയിൽ ഇടപെടും. എല്ലാ വാക്യങ്ങളും എടുപ്പിക്കാൻ നേരമില്ല. ഇവിടെ വായിക്കുന്നത് പെരുവെള്ളത്തിന്റെ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം. നമ്മുടെ പാട്ടുകാരൊക്കെ ചില ഇടങ്ങളിൽ പറയാറുണ്ട്, ശക്തിയോടെ ദൈവത്തിനെ സ്തുതിച്ചാണ്, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. അപ്പൊ സ്റ്റേജാ ഇരിക്കുന്നവർ അങ്ങനെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഇത് പറയാതിരിക്കണ്ടേ, അഥവാ പറഞ്ഞാൽ മിണ്ടാതിരിക്കണ്ടേ? ശക്തിയോടെ ഒരിക്കൽ ഒരാൾ പോരാ പോരാ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. പെരുവെള്ളം വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദം. കാരണം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവാണ്. പത്മോസ് എന്ന ദ്വീപിൽ നാടകടത്തപ്പെട്ട യോഗം കർത്ത ദിവസത്തിൽ ആത്മവിഭജനായി അവൻ സ്തോത്രം നീ കാണുന്നതിന് പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക 7 സഭകൾക്ക് എഴുതുക എന്ന കാരണത്തിനൊത്ത ശബ്ദം എന്റെ പിറകിൽ കേട്ട് എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ തിരിഞ്ഞു. 13-ാം വാക്യം തിരിഞ്ഞപ്പോൾ 7 പൊന്തലവിളക്കുകളെ വന്നക്കേട്ടവനായി മനുഷ്യപുത്രനോട് ഞാൻ കണ്ടുപിടുത്ത വാക്യം. അവന്റെ തലയും തലമുടിയും എല്ലാം വെളുത്ത് മഞ്ഞ പോലെ ഹിമത്തോടെ അടുത്ത വാക്യം. കണ്ണെ അഗ്നിജാലിക്കൊട്ടത് ചുട്ടുപടിപ്പിച്ച വെള്ളത്തിന് തെളിഞ്ഞ പിന്നെ അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ. സ്തോത്രം. വലിയ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ. അപ്പൊ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം. അതുപോലെ തന്നെ ശാന്തമായിട്ട് ദൈവം ഇടപെടും. ഏലിയാവ് ഗുഹയ്ക്കകത്തിരുന്നപ്പോൾ മൃദുവായിട്ട് പതുക്കെ ചോദിച്ച എന്നെ എവിടെ കാര്യം ഇതിനകത്ത് ഒരു പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒന്ന് വായിച്ചു. ഞാൻ റവറൻസ് അങ്ങ് മറന്നു. 19-ലല്ലേ ഇനി താഴെ ഭാഗത്താണ്. ഏലിയാവ് അത് കേട്ടിട്ട് തീയിലും ഇല്ലായിരുന്നൊരു വാക്കുകൾ ചേർത്ത് വായി. പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്നു. ഗുഹാമുഖത്ത് നിന്ന് ഏലിയാവേ ഇവിടെ നിനക്ക് എന്ത് കാര്യം ചോദിക്കുന്ന 2 വാക്യം മേളിൽ കയറി വായിക്കണം. നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്കാം എന്നവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു, ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിനും യഹോവ ഇല്ലായിരുന്നു. പിന്നെ ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീയിലും യഹോവ ഇല്ലായിരുന്നു. നമ്മളെ പറയാ ആ തീ കത്തട്ടെന്ന്. തീക്കകത്തില്ലെന്നാ എഴുതിയത്. ഒന്നും മനസ്സിലാകുന്നില്ല. അടുത്തത് തീയുടെ ശേഷം സാവധാനത്തിലൊരു
മൃദുസ്വരമുണ്ട്. അങ്ങനെ സംസാരിക്കുന്ന ദൈവം സാവധാനത്തിൽ. വെളിപാടൊന്നിൽ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശക്തമായിട്ട് ദൈവം ഇടപെടും, ശാന്തമായിട്ട് ഇടപെടും. ഇന്ന് രാത്രി ഏത് വിധത്തിൽ ഇടപെട്ടാലും ഏറ്റെടുത്തോണം, നിനക്ക് അനുഗ്രഹമാണ്. Praise the Lord. Praise the Lord. അത് ഇവിടെ സങ്കീർത്തനത്തിൽ വായിക്കുക, യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദം. ഓടിച്ചു പറയാം, എന്തുകൊണ്ടായി കാദേശ് നടുങ്ങിയത്? ഈ കാദേശ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവയ്ക്ക് വിശുദ്ധം, ദൈവത്തിന് വിശുദ്ധം. അതാണ് കാദേശ്, യഹോവയ്ക്ക് വിശുദ്ധം. ഈ കാദേശിന് പണ്ട് ഒരു പേരുണ്ടായിരുന്നു. ആ പേര് ഏൽ മിഷ്പാത്ത് എന്ന. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിച്ച ഉൽപ്പത്തി 14:6. കാദേശിന്റെ പണ്ടത്തെ പേര് ഏമിരെയും സൈർ മലയിലെ ഹോരിരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽ പാരാൻ വരെ തോൽപ്പിച്ചു. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ശ്രദ്ധിക്കുക, കാദേശ് എന്ന ഏൽ മിഷ്പാത്ത്. അപ്പൊ ശ്രദ്ധിക്കുക, കാദേശിന്റെ പണ്ടത്തെ പേരാണ് ഏൽ മിഷ്പാത്ത്. ആ വാക്കിന്റെ അർത്ഥം ന്യായവതികളുടെ സ്ഥലം. കാരണം ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം യുദ്ധങ്ങളുടെ അധ്യായമാണ്. വേദപുസ്തകം പഠിക്കുന്നവർക്ക് അറിയാം. ഉൽപ്പത്തി 1 സൃഷ്ടിപ്പ്, 2-ാം അധ്യായം മനുഷ്യനെ സൃഷ്ടിക്കുക, 3-ാം അധ്യായത്തിൽ മനുഷ്യൻ പാപം ചെയ്യുന്നതാ, 4-ാം അധ്യായത്തിൽ കയ്യിൽ കാവലിനെ കൊല്ലുന്നു, 5-ാം അധ്യായം സെബത്തേരുടെ അധ്യായം, 6-ാം അധ്യായം നോഹയ്ക്ക് കൃപ ലഭിക്കുന്നു, ജനത്തിന്റെ പാപം വർദ്ധിക്കുന്നു, 7 പെട്ടകം ഉണ്ടാക്കുക, 8 പെട്ടകം ഒഴി നടക്കുന്നു, 9 പെട്ടകത്തിന് വെളിയിൽ വന്നു, 10-ാം അധ്യായം നിമ്രോദിന്റെ ചരിത്രമാണ്, 11 ബാബേൽ ഗോപുരം, 12 അബ്രഹാമിന്റെ പുറപ്പാട്, 13-ാം അധ്യായം അവൻ ഇസ്രായേലിൽ അവൻ വന്ന് യാത്ര തിരിക്കുന്നത്, 14 യുദ്ധങ്ങളുടെ അധ്യായമാണ്, 15 ഏകപക്ഷീയമായ ഉടമ്പടി അവൻ സ്തോത്രം അറിയാമല്ലോ, 16 ഹാഗറിന്റെ ഓടിപ്പോക്ക്, 17-ാം അധ്യായം അവൻ പരിച്ഛേദന, 18 മമ്മറയുടെ തോപ്പിൽ പ്രത്യക്ഷപ്പെട്ടു, 19 സോദോം ദഹനം, 20 ശൂടി വരുന്നു, 21 ഹാഗർ ഓടിപ്പോകുന്നു, 22 ഇസഹാക്കിനെ ബലിയർപ്പിക്കുന്നു, 23 അബ്രഹാമിന്റെ ഭാര്യ സാറായിയുടെ മരണം, 24 ഇസഹാക്കിന്റെ കല്യാണം ആകുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് നിർത്താം. അതാണല്ലോ മിക്കവർക്കും സന്തോഷം. സഹായത്തിന് വന്നില്ലെങ്കിലും കല്യാണത്തിന് പോകുന്ന സഹായത്തിന് താമസിച്ചവരുടെ കല്യാണത്തിന് മാപ്പിള മെമ്പിളെ നേരത്തെ പോകും. വയ്യ എന്നാലും അവിടെ ചെന്ന് ആ വറുത്ത് വെച്ചതെല്ലാം നിന്ന് ജ്യൂസ് ആണെ പല ടൈപ്പ് മുഴുവൻ നിന്ന് ഇല്ലേ അന്ന് വെള്ളം കുടിക്കുമ്പോ പോലെ എന്നിട്ട് വീട്ടിൽ വന്ന് കുത്തോട് കുത്താ. അപ്പോൾ നമ്മുടെ വിഷയമല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം യുദ്ധങ്ങളുടെ അധ്യായമാണ്. 4 രാജാക്കന്മാരും 5 നാട്ടകന്മാരും യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ പലരെയും നിഗ്രഹിച്ചു. വിവരിക്കാൻ നേരമില്ല. നിഗ്രഹിച്ച് കൊന്നൊടുക്കിയ സ്ഥലമാണ് ഏൽ മിഷ്പാത്ത്. അതുകൊണ്ട് ഈ സ്ഥലത്തിന് ന്യായവതികളുടെ അർത്ഥമെന്ന് വന്നു. ന്യായവതി. അപ്പൊ കാദേശിന്റെ പണ്ടത്തെ പേരാണ് ഏൽ മിഷ്പാത്ത്. വാക്കിന്റെ അർത്ഥം ന്യായവതികളുടെ സ്ഥലം എന്നാണ്. ഈ ന്യായവതികളുടെ സ്ഥലത്ത് പിന്നത്തേതിൽ ദൈവം ശുദ്ധീകരിച്ചു. അതാണ് കാദേശ്. എന്തായാലും ഇപ്പൊ പറയാൻ കാര്യം പറയാം. ഒരു കാലത്ത് ഞാനും നിങ്ങളുമെല്ലാം ന്യായവിധിക്ക് അർഹരായി പോയവരാ. അല്ല, ബിബ്ലിക്കലായിട്ട് പ്രയോഗിച്ചാൽ ശിക്ഷാവിധിക്ക് അർഹരായി പോയവരാ. എന്നാൽ ഒരുവൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ ജീവനെ തന്നു. അവിടുത്തെ തിരുമരണത്താൽ, അവിടുത്തെ തിരുയാഗത്താൽ എന്റെ മേലും നിന്റെ മേലും വരുമാന സകല ശിക്ഷാവിധി മാറ്റി ദൈവം നമ്മളെ വിശുദ്ധരാക്കി. യോഹന്നാന്റെ ഭാഷ പറഞ്ഞാൽ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം നമുക്ക് തന്നു. നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ നാം ദൈവമക്കളാണ്. ദൈവത്തിന് മഹത്വം. ന്യായവിധി എല്ലാം മാറ്റി, ശിക്ഷാവിധി മാറ്റി ദൈവം നമ്മെ രക്ഷിച്ചു. ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ. ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ. വിമോചിതരായല്ലോ. ഓ ശിക്ഷായോഗ്യ ദൈവത്തിൽ അവകാശികളായല്ലോ. ശിക്ഷായോഗ്യ ദൈവത്തിൽ അവകാശികളായല്ലോ. നമ്മുടെ ന്യായവിധി മാറ്റി ദൈവം നമ്മളെ ദൈവമക്കളാക്കി, വിശുദ്ധരാക്കി. അതാണ് കാദേശ്. എല്ലാവരും
വിവരിക്കുന്നില്ല. കാദേശ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവയ്ക്ക് വിശുദ്ധം. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പാടുക ഈ കാദേശ് നടുങ്ങി. എന്നാൽ അടങ്ങാൻ കാര്യം വിശദീകരിച്ച് പറയണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. അതിന് ചേർത്തുള്ള പാട്ടും ഉദാഹരണമൊക്കെ അങ്ങനെ സാധാരണ പതിവ്. എന്നാൽ ഇന്നെല്ലാം ഷോർട്ടായിട്ട് പറയുക. ഷോർട്ടായിട്ട് കാദേശ് നടുങ്ങാൻ കാരണം പല കാരണമാണ്. ഒന്ന് രണ്ടെണ്ണം പറയാം, അതേയൊക്കെ ഉള്ളു. 18 കൂട്ടം കാര്യമുണ്ട്. നിങ്ങൾ പറയുക നേരം പോയ നേരത്തെ ഇയാൾ 18 കൂട്ടം കാര്യം പറയാൻ നിൽക്കുക. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് 8 കൂട്ടം പോലും പറയാൻ. എന്തുകൊണ്ടാണ് ഈ കാദേശ് നടുങ്ങിയത്? ശ്രദ്ധിക്കുക. ഈ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലമായിരുന്നു കാദേശ്. ഒരു വാക്യം വായിച്ച ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-14 തിരുവെടുത്തുകൾ. ആവർത്തനം 2:13-14. ഇപ്പോൾ സേരേതോടെ കിടപ്പനെന്ന് കൽപ്പിച്ചതുപോലെ നാം സേരേതോടെ കടന്നിരിക്കുന്നു. കാദേശ് പറയുന്നു പുറപ്പെട്ടത് സേരേതോടെ കിടക്കുമ്പോഴുള്ള കാലം 38 സംവത്സരമായിരുന്നു. അതിനിടയിൽ യോദ്ധാക്കളാകുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പ്രളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. എനിക്കത് പറയാൻ പേടിയായതുകൊണ്ടാണ് മാസ്റ്ററെ കൊണ്ട് വായിപ്പിച്ചത്. മാസ്റ്റർ പേടിക്കണ്ട, ഇത് എഴുതിയിരിക്കുന്നതുകൊണ്ട് വായിച്ചും പറഞ്ഞു ഒക്കുള്ളൂ. ഒന്നുകൂടെ ഉണ്ട് മുടിഞ്ഞെന്ന്. അടുത്തത് അവർ മുടിഞ്ഞു തീരും. 2 വട്ടം എഴുതിയേക്കുന്ന മുടിഞ്ഞെന്ന്. ഇപ്പോൾ എഴുന്നേറ്റ് സെരേദത്തോട് കിടപ്പിനെന്ന് കൽപ്പിച്ചതുപോലെ നാം സെരേദത്തോട് കിടന്നിരിക്കുന്നു. നാം കാദേശ് ബർന്നയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ സെരേദത്തോട് കിടക്കുമ്പോഴുള്ള കാലം വരെ 38 സംവത്സരം. അതിനിടയിൽ യോദ്ധാക്കളാകുന്ന തലമുറയൊക്കെയും അവരോട് സത്യം ചെയ്തതുപോലെ മുടിഞ്ഞുപോയ. ഇടയ്ക്ക് കയറി പറയാം, മുടിയുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അതിന് ഇന്ന് രാത്രി അവസരം തരിക. നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന ദൈവത്തിന്റെ ദായിയാണ്. ഇത് ഈ മരണത്തെ പറ്റി മുടിഞ്ഞെന്നൊന്നും അല്ല പറയേണ്ടത്. പിതാക്കന്മാരോട് ചേർന്നു, കല്ലറയിൽ അടക്കി, ജനത്തോട് ചേർന്നു, സകല ഭൂവാസികൾ പോയ വഴിയും കൂടെ പോകുന്നു, വിശ്വാസത്തിൽ മരിച്ചു. യഹോവയുടെ ദാസനാകുന്ന മോശ അവിടെ യഹോവയുടെ വചനപ്രകാരം മരിച്ചു. വെളിപ്പാടിൽ കർത്താവിൽ മരിക്കുന്ന ഇങ്ങനെയൊക്കെ നല്ല പദങ്ങളാണ്. ഇവിടെ അങ്ങനെയാണോ കൊടുത്തേക്കുന്നത്? സ്തോത്രം. അങ്ങനെയല്ല ഇവിടെ കൊടുത്തേക്കുന്നത്. പറയാൻ തന്നെ പേടിയാ. അതല്ല ഇങ്ങനെ മുടിയാൻ കാരണം ഈ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലമായിരുന്നു കാദേശ്. കനാൻ എന്ന് പറഞ്ഞാൽ ഉലകത്തിലെ ഏറ്റവും നല്ല സ്ഥലമാണ്. ഏദൻ പർദീസ കഴിഞ്ഞാൽ നമ്പർ 1 സ്ഥലം കനാനാ. 4 അതിരുകളാ. കിഴക്ക് ബാശാൻ പർവ്വതം, വടക്ക് ലെബനോൻ പർവ്വതം, തെക്ക് മിസ്രയീം തോട്, പടിഞ്ഞാറ് കടലും മലയും കൂടാ. ഇതിന് പല പേരുകളുണ്ട്. കനാൻ നാട്, വിശുദ്ധ നാട്, പലസ്തീന്, എബ്രായരുടെ ദേശം, വാഗ്ദത്ത നാട്. പേരുകൾ എല്ലാം വിവരിക്കാൻ നേരമില്ല. കനാൻ നാടെന്ന് പേര് വരാൻ കാര്യം കനാന്റെ സന്തതികൾ വന്ന് കുടിയേറി പാർത്ത സ്ഥലമാണ്. അതുങ്ങൾ വന്ന് വാർത്ത കൊണ്ട് പിന്നത്തെ അതുങ്ങളുടെ പേരിൽ അതാ. ചെല്ലുപടത്തിലെ വേവിച്ചന്റെ സഭ, തങ്കമ്മാമ്മയുടെ സഭ, മേഴ്സിയുടെ സഭ. നിങ്ങളെ സഭയല്ല, ഞങ്ങൾ കുഞ്ഞോലച്ചാന്റെ സഭയല്ല. അമ്മാമ്മയൊക്കെ എവിടെ? ഞങ്ങൾ കുഞ്ഞോളമ്മാമ്മയുടെ സഭയല്ല. ഇച്ചാനൊക്കെ എവിടാ? ഞങ്ങൾ തമ്പിച്ചാന്റെ. നിങ്ങളെവിടാ? അനീഷ് കാവാട്. എനിക്ക് എവിടാ? ഞാനെവിടാ രക്തം ഊറ്റിയത്? ഇവിടെ രക്തം ചിന്തിച്ചത് യേശുവാ. അങ്ങനെ പുസ്തകത്തിൽ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ, സഭയ്ക്ക് വേണ്ടി രക്തം ചിന്തിക്കുന്നത് യേശുവാ. പിന്നെ ഈ പേരുകൾ പറയുന്ന ഇവര് ആദ്യം ഇവിടെ വന്ന് കയറിയത്. അപ്പൊ പിന്നെ അവരുടെ പേര് പറയുമ്പം തെറ്റാതെ വേറെ എങ്ങനെ ചെന്ന് കയറാതെ വരാനിരിക്കാനാ. അപ്പൊ ഈ കനാൻ നാടെന്ന പേര് വരാൻ കാര്യം കനാന്റെ സന്തതികൾ വന്ന് കുടിയേറി. എല്ലാം വിവരിക്കാൻ തന്നെ. വാഗ്ദത്ത നാട് അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തതാണ്. വിശുദ്ധ നാടെന്ന് പിൽക്കാലത്ത്, വിശുദ്ധ നാടെന്നൊന്നും പറയണ്ട, എന്നാലും പിൽക്കാലത്ത് പറയാൻ കാര്യം ഒരു കാരണം യേശു ക്രിസ്തുവിന്റെ പാദസ്പർശനമേറ്റ സ്ഥലമാണ്. ദൈവത്തിന് മഹത്വം. എല്ലാം കൊണ്ട് സുന്ദര സുലഭലമായ നല്ല സ്ഥലമാണ് കനാൻ നാട്. ഈ കനാന്റെ നാടിന്റെ പ്രത്യേകത ഒത്തിരി വാക്യങ്ങളുണ്ട്, എല്ലാം വായിപ്പിക്കാൻ നേരമില്ല. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7, 8, 9, 13-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ തിരുവെടുത്തും
ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 10, 11, 12, 106-ാം സങ്കീർത്തനത്തിന്റെ 24, പിന്നെ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ താഴോട്ട്. ഇതെല്ലാം ഈ നാടിന്റെ വിശേഷതയാ. എല്ലാം വായിക്കാൻ നേരമില്ല, ഒരു വാക്യം മാത്രം വായിക്കാം. ഇപ്പൊ ആവർത്തനം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ താഴോട്ട് വായിക്കുക. ബാക്കിയെല്ലാം വേണം കുറിച്ചെടുത്തോ. ഇതിപ്പം വായിക്കാം. ഈ അരിവെന്തോന്ന് എല്ലാ അരിയിലും പിടിച്ച് ഞെക്കണ്ടല്ലോ, ഒരെണ്ണം ഞെക്കിയാ മതി. ഇപ്പൊ ഞെക്കാനായിട്ട് 8-ന്റെ 7 വായില്ലേ. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അയ്യോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. പിന്നെ അത് പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളും ഉള്ള ദേശം, ഗോതമ്പ് യവവും മുന്തിരിയും അത്തിയും മേഖലവും ഉള്ള ദേശം, ഒലിവൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലയിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന ദേശത്തെ കുറിച്ച് നീ കയ്യും കെട്ടി ആള് കളിച്ചിരിക്കണമെന്നല്ല, സ്തോത്രം ചെയ്യണമെന്ന. ഇത് സഭ വന്നിരിക്കുക, സഭ വന്നിരിക്കുക. കയ്യും കെട്ടി ആളും കളിച്ച് മൊബൈലിലും തോണ്ടി ഇരുന്നാൽ അടിച്ച് നിന്റെ പണ്ടം ദൈവം കീറും. എനിക്ക് ഈ തീരദേശത്തുള്ള ദൈവ കുഞ്ഞുങ്ങളെ ഞാൻ ഇങ്ങോട്ട് വണ്ടി വന്നപ്പോൾ ഇവരോട് പറഞ്ഞു, ഇവിടെയുള്ള ദൈവമക്കളെ അഭിനന്ദിക്കുക. ഞാനിവിടെ പല ആരാധനയ്ക്കും വന്നിട്ടുണ്ട്. എല്ലാവരും മുടങ്കാലുമേലിരുന്ന് ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കും. വേറെ ചില സ്ഥലങ്ങളിൽ ചെന്ന് ചുമ്മാ വാരതാൻ കിടക്കുമ്പോൾ കൈ വടിക്കത്തില്ല. ഇത് പെന്തിക്കോസാ, മനസ്സിലായോ? ഇത് പെന്തിക്കോസാ. പെന്തിക്കോസിൽ എന്തുകൊണ്ട്? പെന്തിക്കോസിൽ എന്തുകൊണ്ട്? പെന്തിക്കോസിന് 5-6 വാനും ഉണ്ട്, ഒരു ബൈക്കും ഉണ്ട്. 14:26 പെന്തിക്കോസിൽ എന്തുകൊണ്ട്? കൊരിന്ത്യർക്കെടുത്ത് 1-ാം ലേഖനം 14-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യം വായിച്ച കണ്ണിക തുടങ്ങുന്നിടത്തിന്റെ ഇവിടെ വായില്ലേ. ആകയാൽ എന്റെ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. ഇതിനകത്തുണ്ട് സങ്കീർത്തനമുണ്ടെന്ന് കീറിക്കളയരുതെന്നുണ്ട്. പിന്നെ ഉപദേശമുണ്ട്. കേട്ട് ഉപദേശമല്ലേ പറയുന്നത്? ഉപദേശമുണ്ട്. പിന്നെ വെളിപ്പാടുണ്ട്. വെളിവുകാരല്ല, വെളിപ്പാടുണ്ട്. കൂടാരപ്പള്ളി തൊമ്മന്റെ വെളിവുകേടൊന്നുമല്ല, ഇത് വെളിപ്പാടാ. പിന്നെ അന്യഭാഷയുണ്ട്. ഋഷിനോട് വന്നെ ഈ പുളിപ്പിച്ച് പ്രസംഗപീഠം മാറ്റിക്ക് എനിക്ക് അവരെ കാണാൻ മേല, കാലിന് വേദന, മസിൽ പിടിക്കുന്നു. അതുകൊണ്ട് അങ്ങ് ഇരുന്നതാ. ആ തത്തീർ എനിക്ക് ഗുണമായെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇവിടെ സങ്കീർത്തനമുണ്ട്. പിന്നെ അന്യഭാഷയുണ്ട്. ഇതുകൊണ്ട് ഒരാഴ്ച എഴുതുന്നുണ്ട്. അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. അന്യഭാഷയുണ്ട്. നിന്നിട്ടില്ല, നിന്നിട്ടില്ല. നിനക്കും പെമ്പളയ്ക്ക് നിന്നായിരിക്കും. അന്യഭാഷ പറഞ്ഞ ആത്മാവിൽ ആരാധിക്കുന്നതിന്റെ വിടുതൽ അനുഭവിച്ചവരായി ഇവിടെ ഇരിക്കുന്നവര്, ആഭിചാരവും മന്ത്രപ്രയോഗവും തന്ത്രങ്ങളും ഒക്കെയുള്ള ബന്ധനങ്ങളുള്ള കുടുംബത്തിലും ദേശത്തിലും അഭിഷേകം പ്രാപിച്ച ദൈവമൊക്കെ ചെന്ന് ഞങ്ങളെ കാണാനൊന്നും വലിയ ജാതറില്ല. കറുത്തൊക്കെ ആയിരിക്കുന്ന വള്ളത്തേലൊക്കെ ജോലി, കടലിലെ ഗ്ലാമറൊന്നുമില്ല, കുടുംബക്ഷേത്രങ്ങളൊന്നും പറയാനില്ല. തോമാസ് ലീഗ വന്നപ്പം ഏതാണ്ട് 4 കുടുംബത്തെ മുക്കിയെന്ന് പോലും കള്ളി, കാളികാവ്, ശങ്കരപുരി, ഇതൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. നിങ്ങൾക്ക് അങ്ങനെ പറയാനുണ്ടോ? അവര് പറയുന്നത് ഞങ്ങള് വള്ളത്തെ വന്നതാന്ന്. ഉള്ളച്ച 345 രൂപ. 7-22 മലനാടു നോക്കി പുറപ്പെട്ടാറ് കൊടുങ്ങല്ലൂരങ്ങീത് മന്ദിരങ്ങി പാട് മറന്നുപോയല്ല. മലനാടു നോക്കി പുറപ്പെട്ടാറ് കൊടുങ്ങല്ലൂരങ്ങീത് മന്ദിരങ്ങി വെടിവെച്ചു
ചുരുക്കി പറഞ്ഞ ഞങ്ങൾക്ക് ഇങ്ങനെ പാരമ്പര്യം ഒന്നും പറയാനില്ല, കുടുംബശ്രേഷ്ഠതയൊന്നും പറയാനില്ല, 52 ചരിത്രം പറഞ്ഞില്ല. പക്ഷെ ഒന്ന് ഞങ്ങൾക്കറിയാം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മേൽ ആഗ്രഹിച്ചതുപോലെ അഭിഷേകം പകർന്നു. അഭിഷേകം പകർന്നപ്പോൾ ആത്മാവിൽ ആരാധന തുടങ്ങി. ഇന്ന് രാത്രി അനുഭവിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ആരാധനയുടെ വിടുതൽ കണ്ടവരാ. പരിശുദ്ധാത്മ നിറവിൽ അന്യഭാഷ പറഞ്ഞ് ഈ ദൈവത്തെ ആരാധിക്കുമ്പോ സകല കെട്ടുപോട്ട് വന്ന് ഇന്ന് രാത്രി ആ വിചാരത്തിന്റെ ശക്തികൾ, മന്ത്രവാദത്തിന്റെ ശക്തികൾ, ദേശത്തിന്റെ പോരികൾ അനുഭവിക്കുന്നവർ കയ്യിൽ കെട്ടിയിരിക്കാതെ വായു പൂട്ടിയിരിക്കാതെ ഇന്ന് രാത്രി ദൈവത്തിന് മഹിമ കൊടുക്കാൻ അഭിഷേകത്തിന് ശക്തിയുണ്ട്. ഇന്ന് രാത്രി രോഗബന്ധനങ്ങൾ അടിക്കും യേശുവിന്റെ നാമത്തിൽ. രോഗങ്ങൾ, വ്യാധികൾ ക്യാൻസറുകൾ മാറട്ടെ, ബ്രെയിൻ ട്യൂമർ മാറട്ടെ, ഹാർട്ട് പ്രോബ്ലം മാറട്ടെ, എല്ലാ ആർത്രൈറ്റിസ് രോഗങ്ങൾ മാറട്ടെ. അഭിഷേകത്തിന്റെ ശക്തി ഒരറ്റവരെ വ്യാപാരം അനുഭവിക്കുന്നവർ ദൈവത്തിന് വിടുവിക്കുന്ന രാത്രി ഇന്ന് രാത്രി ദൈവ സൗഖ്യം തരും. ശിരസ് മുതൽ പ്രധാനം വരെ ദൈവശക്തി ഇന്ന് രാത്രി സൗഖ്യത്തോടെ തിരിച്ചു പോകണം. അടിഞ്ഞവരായി പൊട്ടിയവരായി ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. സാത്താന്റെ കെട്ടുകളെ അടിപ്രത്യക്ഷനായ ദൈവോത്തര ശക്തി പാമ്പുകളെ കേടുകളായും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്ന യേശുവിന്റെ നാമത്തിൽ ജനത്തിന്റെ വിടുതലമായി നിൽക്കുന്ന ദേശത്തിന്റെ കെട്ടുകൾ വടക്കിനോട് കരുകാകും, തെക്കിനോട് കരുത്തു വെക്കരുത്. വടക്കിനോട് കരുക, തെക്കിനോട് കരുത്തു വെക്കരുത്. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഞാനിങ്ങനെ നിൽക്കട്ടെ, അത് കാരണം സമയമുണ്ട്, ദൂരെയൊക്കെ പോകേണ്ടവരുണ്ട്. നിങ്ങൾ എന്നോട് ക്ഷമിക്കേ മതി. മരണം പിടികൂടുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. നിർത്തുക. എനിക്ക് ഇന്ന് നാളെയും പറഞ്ഞാൽ തീരുകയില്ല. നിങ്ങൾ കേൾക്കാൻ വളരെ താല്പര്യത്തോടെ ഇരിക്കുന്നെന്ന് എനിക്കറിയാം. പക്ഷേ ദൂരെയൊക്കെ പോകേണ്ടവരുണ്ട്, അതുകൊണ്ട് കണക്കിലെടുക്കുക. ദൈവത്തിന് മഹത്വം. കണ്ണടയുന്നതിന് മുന്നേ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. അവിടെ നിന്ന് മരിക്കാമെന്നതാണ്. നിവർത്തിച്ചു, സ്വർഗത്തിലേക്ക് പോയി, ഇനി തിരിച്ചു വരും. എന്തിനാണെന്നറിയാമോ? തിരുസഭയെ ചേർക്കാൻ. ഏതാ തിരുസഭ? മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് തിരുമേശിയെടുത്ത് കൂട്ടായ്മ ആചരിച്ച് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കുകയും അപ്പോസ്തലിക ഉപദേശത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. ആരും കൈവിടപ്പെട്ടു പോകരുത്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം.
ഒരു പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ പാടി ഇന്ന് രാത്രി നമുക്ക് പിരിയാൻ. കർത്താവ് വരാൻ താമസിച്ചാൽ അവിടെ നിന്ന് അനുവദിച്ചാൽ, ദൈവത്തിന് ഹിതമുണ്ടെങ്കിൽ, ദൈവഹിതമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും എവിടെ വെച്ചാലും ഒക്കെ കൂടാ. ഈ ഏരിയയിൽ വല്ലവരും എന്നെ വിളിക്കുകയാണ്, ഈ മൈക്ക് സെറ്റുകാരെ വിളിക്കണം. വളരെ നന്നായിരിക്കുന്നു, അതൊക്കെ ശരി. പക്ഷെ മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് നിത്യത വരണം. മൈക്ക് കൊണ്ടുവന്നില്ലേലും കുഴപ്പമില്ല, നിത്യത കാണണം. അതാണ് പ്രധാനപ്പെട്ട. പക്ഷേ ദൈവം കുടുംബത്തെയും താങ്കളെയും അനുഗ്രഹിക്കട്ടെ. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കാം. എഴുന്നേറ്റ് നിന്ന് പാടാൻ ഞാൻ പറയത്തില്ല, ഇറങ്ങിപ്പോകും, ഇരുന്നോട്ട് പാടാൻ. അപ്പൊ പോകുന്നവരെ എനിക്കൊന്ന് കാണുകയും ചെയ്യാം, പരിചയമുള്ളവരാണെങ്കിൽ. പിന്നെ പറയാനാ ഞാൻ കണ്ടായിരുന്നു പോകുന്നെന്ന്. അത്യാവശ്യമുള്ളൊരു പൊക്കോ എന്നോട് പറഞ്ഞ സമയത്തിലും നേരത്തെയാണ് നിർത്തുന്നത്, അതെ ഇല്ലേ? സത്യം പറ. 5 മിനിറ്റ് നേരത്തെ. എനിക്ക് നേരത്തെ നിർത്താൻ അറിയാവുന്ന പിടി കിട്ടിയോ? പിന്നെ പഴയ പാട്ടിന് കൈ അടിച്ചിരുന്നുണ്ട് സ്റ്റേജിലുള്ളത്